ശക്തമായി നമ്മൾ ആരാധിച്ചത് നമുക്കറിയാം. നമ്മൾ വചനത്തിന്റെ അതേ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ആരാധിച്ചു. ഇന്ന് നമുക്ക് പറയാൻ പറ്റൂ, ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മറവിലാണ് ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ അങ്ങയുടെ ചിറകിൻ മറവിലാണ് കർത്താവേ. ക്രൂശിൽ മരിച്ചവന്റെ ചിറകിൻ മറവിലാണ് നാം. അവന്റെ ക്രൂശിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് നമ്മെ തൊടുവാൻ കഴിയാതെ ഈ 3-ാം ദിവസം ആത്മാവിൽ കണ്ടിരിക്കുന്ന ഈ ജനമേ, ആത്മാവിന്റെ ശക്തിയോടെ അവനെ ആരാധിച്ച ഒരു നയമെന്ന് പ്രാപിക്കുക. ലോകം പാപം പിശാച് നമ്മെ ഇന്ന് തൊടുകയില്ല. നാം എന്ന് പറയണം, ഞാൻ എന്നെ സൂക്ഷിപ്പാൻ എന്ന വിശ്വാസത്തിന്റെ നായകനായ കർത്താവിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചിറയോടെ ഓടുവാൻ മുഴുവൻ പാപം എല്ലാം ഇന്ന് എന്നിൽ നിന്ന് മാറി ഞാൻ ശുദ്ധീകരണം പ്രാപിക്കുമെന്ന് ഇത് തീരുമാനിക്കുന്നത് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാണ്. അഭിഷേകത്തോടെ നമ്മൾ പറയണം, ഇനി ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. നിങ്ങൾ പറയണം, ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. ദൈവത്തിലെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് എടുക്കുന്ന വിഷയം കർത്താവിന്റെ 2-ാം വരവാണ്. ഒരു വരവിൽ സംഭവിക്കുന്നതും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതുകൊണ്ട് ഒരിക്കലും 2-ാം വരവിൽ എടുക്കപ്പെടാതെ നമ്മളിവിടെ തള്ളപ്പെടരുത് കേട്ടോ. വീണ്ടും ഞാൻ ഓർമ്മിക്കട്ടെ, അതിന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മളെ ലോകം പാപം പിശാച് നമ്മെ തൊടുവാൻ സമ്മതിക്കരുത്. ഇന്ന് ദൈവപ്രകാരം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് നമുക്ക് ലഭിച്ച ആ കുടിവാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ഇന്ന് അതിലൂടെ നമ്മൾ സഞ്ചരിക്കും. കർത്താവിന്റെ കരം നമ്മെ ശക്തമായി ഇന്ന് ഉപയോഗിക്കും. വിശ്വാസത്തിനെ കുറിച്ചാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ സഭയിൽ വന്ന് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? പറയട്ടെ, എന്താ വിശ്വസിക്കുന്നത്? ഇവിടെ യൂദ അപ്പോസ്തലൻ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. എന്ത് വിശ്വാസം? എന്താ വിശ്വാസം?
ക്രിസ്തുവിലുള്ള വിശ്വാസം. നമ്മൾ വിശ്വാസം ചോദിച്ചാൽ കാര്യം പറയും, വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാൻ പറഞ്ഞതല്ല, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. യേശു പറഞ്ഞു, മർക്കോസ് 6:15 കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നു. എന്ത് വിശ്വാസം? ആ വിശ്വാസം എന്താ? യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. വിശ്വാസം എന്ന പദത്തിനല്ല അർത്ഥം, ആരെ വിശ്വസിക്കുന്നതെന്നോ, അല്ലേ? ആരെ വിശ്വസിക്കുന്നതെന്നോ, അതാ വിശ്വാസം. ആരെ വിശ്വസിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെയും എന്നെ കാപ്പാൻ അവൻ ശക്തൻ. ഏത് ദിവസം വരെ? അവൻ രണ്ടാം മകനായി കാത്തിരുന്ന, പ്രത്യാശയോടെ കാത്തിരുന്ന പൗലോസ് പറയുകയാണ്, ആ ദിവസം വരെ, അവൻ വാനമേഘത്തിൽ വരുന്ന ദിവസം വരെയും എന്നെ കാപ്പാൻ അവൻ ശക്തനാണ്. അതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? നമ്മുടെ വിശ്വാസം ക്രിസ്തു യേശുവിൽ ഉള്ള വിശ്വാസമാണ്. അവൻ നമ്മെ ചേർപ്പാൻ വരും, അവൻ നമ്മെ നടത്തും, നമ്മെ ഈ ഭൂമിയിൽ കാത്തു സൂക്ഷിച്ച് പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച് അവൻ ഇന്നും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസമാണ് നമ്മൾ ഉറപ്പോടെ സ്ഥാപിക്കുന്നത്. അതാണ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് വിശ്വാസിയെ നിന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അത് കളഞ്ഞു കുളിക്കരുത്. അത് പലതിനു വേണ്ടി കളഞ്ഞു കുളിക്കുന്നവരാ ഇന്ന് പെന്തക്കോസ്തുകാർ. എന്നാൽ ഈ സഭയോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വിശ്വാസം നീ കളഞ്ഞു കുളിക്കരുത്. നീ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ അറിയണം. അവൻ നിന്റെ ഉപനിധിയാണ്. നിന്റെ സകല വിഷയങ്ങളെയും തീർക്കുവാൻ, സകല പ്രതികൂലങ്ങളെയും മാറ്റുവാൻ, സകലവിധമായ ബുദ്ധിമുട്ടുകളെയും മാറ്റുവാൻ കഴിയുന്ന ഒരുവനാണ് ഞാനും നീ വിശ്വസിച്ചിരിക്കുന്നത്. അവന്റെ കരത്തിൽ പിടിച്ച ആരും ഇന്നുവരെ കരയേണ്ട വന്നിട്ടില്ല. സമാധാനമില്ലാത്തവൻ സമാധാനം പ്രാപിക്കുന്നവന് അവന്റെ വിശ്വസിക്കുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ അവൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒന്നാമത് ഞാൻ പറയുന്നു, വിശ്വാസം എന്ന കർത്താവായ യേശുവിലുള്ള നമ്മുടെ പ്രത്യാശയാണ്. കാരണം അവൻ നമ്മെ വിടുവിച്ചു, പാപത്തിന്റെ പടുകുഴിയിൽ നമ്മെ വിടുവിച്ചു. ഇന്നും അവൻ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ആരും വിശ്വന്മാരല്ല. നമ്മളെ വിശ്വന്മാരാക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ശരീരത്തിൽ ഉരുത്തിരിയുന്ന ചില പാപ സ്വഭാവങ്ങളെ ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അവന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ വിശ്വന്മാരാക്കിക്കൊണ്ട് പോകുന്നു. അല്ലേ? കഠിനമായ പാപം ചെയ്തവരെ തള്ളിക്കളയും. ഒത്തിരി പ്രാവശ്യം നോക്കും, അതിന്റെ കർത്താവ് തള്ളിക്കളയും. പക്ഷേ വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ അവന്റെ ജീവിതത്തിലും എന്തുണ്ട്? പാപ സ്വഭാവങ്ങളുണ്ട്. കാരണം ശരീരത്തിന് വീണ്ടെന്ന് ആകട്ടില്ല. ശരീരത്തിന് വീണ്ടെന്ന് ലഭിക്കാത്തത് കൊണ്ട്, ശരീരം പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെ, ദണ്ഡിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്തു പോകും, പറഞ്ഞു പോകും, ചിന്തിച്ചു പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ദിനംതോറും പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ യേശു കർത്താവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധന്മാരായി നമ്മൾ മാറുകയാണ്. അല്ലേ? അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ കൊടും പാപം ചെയ്തുകൊണ്ട്, ലോകമനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കടയായ പാപം ചെയ്തുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരഞ്ഞാലും ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ് കർത്താവ് നമ്മോട് ഇന്ന് വാഴക്കാലം ആഹ്വാനം ചെയ്യുന്നത്. ദൈവങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ ഇവിടെ പോരാടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ പറയട്ടെ, അത് നമ്മൾ വായിച്ചിട്ട് പഠിച്ചു പോകുക. ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആത്മാവിലേക്ക് ശക്തമായി മുന്നേറും. അതിന് മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യം മുന്നോട്ട് നടത്താൻ ശരണപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസത്തോട് പോരാടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലേ? എന്താ നമ്മുടെ വിശ്വാസത്തോട് പോരാടുന്നത്? നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥനയ്ക്ക് വരാതെ, നമുക്ക് വേണ്ടവണ്ണം ദൈവത്തെ സേവിക്കാൻ കഴിയാതെ, നമുക്ക് വേണ്ടവണ്ണം ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ ഒക്കെ നമ്മോട് പോരാടുന്നത് എന്താണ്? നമ്മൾ സാധാരണ പിന്നെ പറയും, സാധാരണങ്ങളല്ല, ആരാ? നമ്മൾ തന്നെ. എന്താ കാരണം പറയുമ്പോ, ഒന്ന്, കർത്താവിന്റെ ദാസനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 6:12 ഇങ്ങനെ പറയുന്നു. ഒന്ന് വായിച്ചേ. 6:12. നമ്മുടെ ഒന്നാമത്തെ പ്രശ്നമാണ് വിശ്വാസം നിൽക്കാൻ കഴിയാതെ നമ്മൾ പോരാടുന്ന ഒന്നാമത്തെ പ്രശ്നം. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഏറ്റവും വിശ്വാസം നിൽക്കാൻ കഴിയാതെ പോരാടുന്ന ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കും. ഒന്ന് കൈകാട്ടെ.
പറ്റുമോ? അല്ല, 1 തിമോഥെയോസ്. അതിന്റെ 12 വായിച്ചല്ലേ? 12 നമുക്ക് ലാസ്റ്റ് വായിക്കാം. അതിന്റെ 9 തൊട്ട് വായിച്ചു. 9 ലാസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ പെന്തക്കോസ്തുകാരുടെയുള്ള ഏറ്റവും വലിയ പോരാട്ടം, മാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ പോരാട്ടം എന്നറിയാം. സാധാരണ പോരാടുന്നത് നമ്മൾ ഉമ്മ പറയുന്നത്, സാധാരണ പോരാടുന്നത് എന്നാ പോരാട്ടം? നിങ്ങൾ വായിച്ചു നോക്കിയാൽ ബാക്കി. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും മുഴുകുകയും മനുഷ്യൻ സംഹാരനാശത്തിനായി മുങ്ങിപ്പോകുവാനിടയാകുകയും കണ്ടോ എങ്ങനെയാണ് പെന്തക്കോസ്തുകാരെ വിശ്വാസം വിട്ടു പോകുന്നത്? ദൈവങ്ങളെ, പണം എന്ന പിശാച്, നമുക്ക് പണം ആവശ്യമാണ്, പക്ഷേ ധനികനാകാനുള്ള നമ്മുടെ ശ്രമമല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ മനുഷ്യൻ സ്റ്റാർട്ടിങ്ങിൽ അയാൾ നല്ല വികാസനായിട്ട് മുന്നോട്ട് പോകുന്നു. ചെറുപ്പക്കാരനായ വളരെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ വന്നു. പക്ഷേ പണം കണ്ടു തുടങ്ങിയപ്പോൾ ഇവരുടെ മനസ്സ് മാറി, പണത്തിലേക്ക് വീണു. പിന്നെ ദൈവം പറഞ്ഞത് വരെയാക്കി പണം തരാൻ. അങ്ങനെ ഇല്ലാത്ത നുണയും പറഞ്ഞ് കോടികൾ ഉണ്ടാക്കി വെക്കാനുള്ള വ്യഗ്രത ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും കയറി പിടിച്ചിരിക്കുക. ഇത് നിന്റെ വിശ്വാസം വിട്ടുപോകും. നീ വിശ്വാസത്തിൽ നിന്ന് താഴെ പോകും. കാരണം അതിന്റെ 7 തൊട്ട് അതിന്റെ 6 തൊട്ട് വായിച്ചു നോക്കി. 6 തൊട്ട് എന്നാലേ നമുക്ക് ആ കാര്യം കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് യാതൊന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയത്തില്ല. പറ്റുമോ? പറ്റില്ലേ? കൊണ്ടുപോകാൻ പറ്റും. അമ്മയ്ക്ക് കൊണ്ടുപോകും. കയ്യിൽ നിന്ന് സ്വർണ്ണമൊന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ വെറുതെ തന്നെ മുറിച്ചെടുക്കും. അല്ലേ? അങ്ങനെ മുറിച്ചിട്ടുണ്ട്. വിരൽ ഊതി തീർത്തിട്ട് അരപ്പവന്റെ സ്വർണം എടുക്കാൻ പറ്റുന്നില്ല. അവസാനം കീറിയിട്ട് വലിച്ചു പോയി. അപ്പനാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർണം കൊടുത്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ആ ശരീരമല്ലാതെ വേറെ ഒന്നും അത് കൊടുത്തിട്ടില്ല. അല്ലേ? ഒരു സംഗതിയില്ലാതെ ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക, ഇഹലോകത്തിലേക്ക് നാം വന്നപ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇവിടെ ഉണ്ടാക്കിയതൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റിയത്. പൗലോസ് കർത്താവ് പറഞ്ഞ പോലെ പറയുക, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കുക. അടുത്തത് ഇനിയാണ് പറയാൻ പോകുന്നത്. ഇനിയാണ് പെന്തക്കോസ്തുകാർ വീണു പോകുന്നത്. ഇവിടെ മേലെ ഓക്കെയാണ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും. എങ്ങനെയാ? ഒന്നാമത് ധനികനാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിൽ വീഴും. പിശാചനെ പരീക്ഷിക്കും. അല്ലേ? യേശുവിനോട് പോയി പറഞ്ഞു, എന്നെ വീട് നമസ്കരിക്കുക, ഈ ലോകത്തോടെ എല്ലാം നിനക്ക് തരാമെന്ന്. അപ്പൊ നീ പരീക്ഷയിൽ വീണ് പോയാൽ എന്ന് പറഞ്ഞാൽ ധനികനാകാനുള്ള ആഗ്രഹത്തിന്റെ ഉള്ളിൽ കയറി നീ പരീക്ഷയിൽ വീണാൽ പിശാച് നിന്റെ കൂടെ യാത്ര ചെയ്യും. അപ്പൊ ധനികനാകുവാൻ നിനക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ നിന്റെ ഉള്ളിലേക്ക് പിശാചിന്റെ ശക്തിയും വ്യാപരിച്ചു കഴിഞ്ഞു. അടുത്തത് പിന്നെ സംഭവിക്കുന്ന മനുഷ്യൻ സംഹാരനാശത്തിലേക്ക് മുങ്ങിപ്പോകും. എങ്ങനെ സംഹാരനാശമാകുന്നത്? അവൻ ഒരു വിശ്വാസമെന്ന പണം വിട്ട് അവനൊരു അവിശ്വാസിയായി ജീവിക്കും. കാരണം വല്ല വിധേനയും വല്ല ശത്രു വഞ്ചനയും കാണിച്ച് എനിക്ക് പണം ഉണ്ടാക്കണം, ഏത് വിധേനയും പണം ഉണ്ടാക്കണം, ഏത് വിധേനയും ആരെ പറ്റിച്ചായാലും എനിക്ക് നാശമുണ്ടാക്കണം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ മാറും. അവൻ സംഹാരനാശത്തിനിരയായി തീരും.
നീതി പോകും അല്ലേ? നീതി പോയിട്ട് പിന്നെ എന്താ വരുന്നത്? അനീതിയല്ല പേര് വരുന്നത്. പണം ഉണ്ടാക്കാനുള്ള മോഹം കൂടുമ്പോൾ ഞാൻ പറയട്ടെ, ശക്തമായ ശുശ്രൂഷിച്ച ഒരു ദിവസന്മാർക്കും നാശമുണ്ടായിട്ടില്ല. വിശുദ്ധിയിലും വേർപാടിലും നിന്നുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ചെയ്ത ഒരു പാസ്റ്റർമാർക്കും സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. എന്നാൽ ഉടായ്പ കാണിച്ച് ജനത്തെ പറ്റിച്ച് അവരോട് പിന്നെ കർത്താവ് ഇപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞ് പറഞ്ഞ് ഇവരെ കൂട്ടി പറഞ്ഞ മാസ്റ്റർമാരെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ് അല്ലേ? അവന്റെ ഉള്ളിൽ പിശാച് കയറി. കഴിഞ്ഞ ദിവസം ജോൺ താരൂർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ വാക്ക് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചു. അയാൾ പറയാം, നിങ്ങളെയൊക്കെ ഞാൻ അദാനിയാക്കാൻ പോവുകയാണ്. അദാനി നമ്മൾ എന്ത് കയറാൻ പോകുന്നത് അദാനിയിലോട്ടാണ്. അപ്പോഴത്തേക്ക് കുറെ പെണ്ണുങ്ങൾ തുള്ളുക അദാനിയിലോട്ട് കയറാൻ. അദാനി അറിഞ്ഞില്ലേ? അദാനി അംബാനി അദാനി ആക്കാൻ പോവാണ് നമ്മളെ യേശു. ദൈവത്തിലെ യേശു ഈ ഭൂമിയിൽ വന്നത് നിന്നെ അദാനിയാക്കാനോ അംബാനിയാക്കാനോ അല്ല. നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് അവന്റെ ക്രൂശിലെ യാഗത്താൽ അവൻ എവിടെ ഇരിക്കുന്നു അവിടെ നിന്നെ ഇരുത്താമെന്ന് വാക്ക് പറഞ്ഞ് കയറിപ്പോയവൻ അവൻ പറയുക, നീ നിർമ്മലനായി ഈ എന്റെ ക്രൂശിമെടുത്തുകൊണ്ട് എന്നെ അനുഗമിച്ചാൽ ഞാൻ വീണ്ടും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ചേർപ്പാൻ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞവൻ അവൻ പറയുന്നത് ഇവിടെ നിന്നെ അദാനിയാക്കാമെന്നല്ല, അവിടെ നിന്ന് എന്റെ കൂടെ ഇരുത്താമെന്ന് അവൻ പറഞ്ഞത്. ആ പ്രത്യാശയുള്ളവൻ ലോകം ചപ്പ് ചവറമായി അവൻ എണ്ണം. പൗലോസ് പറയുക, അപ്പനുണ്ടാക്കിയ സ്വത്ത് എനിക്ക് വേണ്ട, അപ്പനുണ്ടാക്കിയ പദവി എനിക്ക് വേണ്ട, എനിക്ക് യാതൊന്നും വേണ്ട, ക്രിസ്തു യേശു നിമിത്തം ഞാൻ അതെല്ലാം ചവരം വേണ്ടി. ദൈവങ്ങളെ, അതുകൊണ്ട് ഈ ലോകം നമ്മെ ചതിക്കരുത് കേട്ടോ. ധനികനാകാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ സകല പരീക്ഷയിൽ ചെല്ലപ്പെടും. ധനികനാകുക എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം. അങ്ങനെ ജീവിച്ചു പോകാൻ ഒരാളെ മുന്നിൽ പോയി കഴിഞ്ഞിട്ടാണ് ഒരാളുകളുടെ മുന്നിൽ പോയി എനിക്ക് കഷ്ടമാണെന്ന് പറയാതെ ദൈവമേ എന്നെ നടത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ധനികനാകാൻ ആഗ്രഹിച്ചാൽ ഇതിന്റെ കാര്യം പോകാം. ഈ പറയുന്നത് ഞാനും ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് അവൻ അടുത്ത മാസം പോവുക, ആ പണമൊക്കെ കൂട്ടിവെച്ച് ഞാൻ വീട്ടിൽ ധനികനാകാനുള്ള ആഗ്രഹം എനിക്ക് ഒരിക്കലുമില്ല. അവനോട് പറയുന്നത് എങ്ങനെയാണ്, അവനെ ഒരിക്കലും ധനികനാകാനല്ല, ആവശ്യത്തിന് മാത്രം പണം ഉപയോഗിക്കുക. ദൈവങ്ങളെ, സ്വർഗം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ വില എന്തുണ്ടെന്ന് യേശു കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. പണക്കാരനാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, നാം വിശ്വാസത്തിൽ സമ്പന്നനാകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഈ കഴിഞ്ഞ 2 ദിവസവും പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടത് വിശ്വാസം നമ്മൾ സമ്പന്നനാകാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ പണക്കാരനായി, ധനവാനായി, രാശവനായി എല്ലാം ലോകമനുഷ്യനെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളെ പരീക്ഷയിലും ഗണിയിലും സംഹാര നാശത്തിലും മുങ്ങി. അടുത്തത് ഇരയായിത്തീരും. കണ്ടോ, നീ ഇരയായിത്തീരും. നീ കർത്താവിന്റെ മകൻ എന്ന പദവി മാറും, മകൾ എന്ന പദവി മാറും. നീ പിശാചിന്റെ ഇരയായിത്തീരും. നിന്നെ പിന്നെ നടത്തുന്ന ആരാ? പിശാച് എന്ന ശക്തിയെ നിന്നെ നടത്തുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ മക്കളെ, ഇന്ന് ദൈവാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ പണക്കാരനാകാനുള്ള മോഹമാണ് ഈ വിശ്വാസം നിൽക്കാൻ കഴിയാതെ, നിനക്ക് പോരാടാൻ കഴിയാതെ നിന്നെ പിശാച് കൊണ്ടുപോകുന്നത്. ഒന്നാമതാണ്. ഇനി രണ്ടാം വായിച്ച അതിന്റെ ആ സൊല്യൂഷൻ വായിച്ചു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പൊ ഈ വിശ്വാസം എങ്ങനെയാ പോകുന്നത്? ദ്രവ്യാഗ്രഹിക്ക് ഒരിക്കലും ഈ പറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ പറ്റിയല്ല. ദ്രവ്യാഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ കയറിയാൽ യേശു ക്രിസ്തുവുമായി നിനക്ക് ബന്ധമുണ്ടാകത്തില്ല. നിന്റെ പോക്ക് തന്നെ വിശ്വാസം വിട്ട് അകന്നായിരിക്കും. ഇവിടെ പറയുക, വിശ്വാസം വിട്ട് അകന്നു. പിന്നെ പണക്കാരനാവൂ? ഈ പണക്കാരനാകാൻ പോയവരെയൊക്കെ എനിക്കറിയാം. ചിലന്മാരൊക്കെ പണക്കാരായി, അതോടെ അവൻ തീർന്നു, എന്റെ മക്കൾ തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വന്ന് പാർക്കുന്ന മാസ്റ്റർമാരുടെ പിള്ളേർ, പെന്തക്കോസ്തുകാരുടെ മക്കള് പണക്കാരാണ്, ഭയങ്കര കാശുകാരാണ്. ഓട്ടം പഠിപ്പിക്കാനൊക്കെ കാശുണ്ട്. ഒരു ഗതി പരഗതിയില്ലാതെ പറഞ്ഞ വഴി പോയി കാശൊക്കെ സമ്പാദിച്ച് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മക്കൾ ആ പിടിയിലില്ല. മക്കളെല്ലാം നശിച്ചുപോയി. മക്കളെല്ലാം ലോകമനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കെടയായ സ്വഭാവത്തിലേക്ക് പോയി. ഈ വിശ്വാസത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ തനി ലോകക്കാരായി മാറി.
ദൈവങ്ങളെ, ഒരിക്കലും നമ്മുടെ തലമുറ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളൊരു പരാജയമാണ് കേട്ടോ. നമ്മളൊരു പരാജയമാണ്. നമ്മളേവരുടെ വിശ്വാസം വ്യക്തമായി പോയി. പലരും യേശുവിനെ അടുത്തേക്ക് വരുന്നത് രോഗം മാറാനും ക്ഷീണം മാറാനും പണം കിട്ടാനും ഒക്കെയോ. അങ്ങനെ വിളിക്കുന്ന ഏതെങ്കിലും ആരും നിങ്ങളെ കൊണ്ട് വിളിച്ചെങ്കിൽ അവന്മാര് ശുദ്ധ കള്ളന്മാരാണ്. യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് പണം കിട്ടാനല്ല, യേശു കുരിശിൽ മരിച്ചത് നിന്നെ പണക്കാരനാക്കാനല്ല, നിനക്ക് ബംഗാള് തരാനല്ല, കാർ തരാനല്ല, നിന്റെ മക്കളെ ദുബായിലോ അമേരിക്കയിലോ വിടാനല്ല. യേശു കുരിശിൽ മരിച്ചത് നിന്റെ ഈ ശാപത്തിൽ കിടന്ന് നിന്നെ, പാപത്തിൽ കിടന്ന് നിന്നെ, ചേട്ടി കിടന്ന് നിന്നെ അതിൽ നിന്ന് പിടിച്ചെടുത്തേപ്പിച്ച് മരണപര്യന്തം സാത്താന്റെ പിടികാരം നിന്നെ അതിൽ നിന്ന് പിടിപ്പിച്ച് കർത്താവിന്റെ ക്രൂശീകരണത്തിലൂടെ നിനക്ക് ലഭിച്ച ആ വലിയ മഹാഭാഗ്യം അത് നിന്നെ കൊണ്ടെത്തിക്കുന്നത് യേശു എവിടെ ഇരിക്കുന്നു അവിടെ ഇരുത്താമെന്നുള്ള വാഗ്ദത്തം. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാ, ആർതോറും എന്റെ ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കണം, തന്നെത്താൻ ത്യജിക്കണം. ഈ ശരീരത്തെ ഞാൻ ധരിച്ച് തന്നെത്താൻ ധരിച്ച് പൗലോസിനെ പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊല്ലാത്തവനായിരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വെച്ചിരിക്കുക. ആര്? പൗലോസ് തന്നെ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വെച്ചിരിക്കുക. അല്ലേ? എന്നാൽ ഇന്ന് അതൊന്നുമില്ലാതെ നമ്മൾ തോന്നുന്ന വഴിയിൽ നടന്നിട്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കാതെ മുന്നേറിയിട്ട് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഇവിടെ നമ്മള് ലാസ്റ്റ് വായിച്ച 12 വായിച്ചു. ഒന്ന് അവസാനം പൗലോസ് പറയുക, അങ്ങനെ വിശ്വാസങ്ങളെ നല്ല പോൽ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. എന്താ നിത്യജീവൻ? സ്ഥിരമായി. എവിടെയാണ് നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ആദാമും ഹവ്വയും നിത്യജീവനായി അവരെ വിളിച്ചതല്ലാതെ അല്ലേ? നിത്യജീവനായി അവരെ എന്നേക്കും ആ പർദീസയിൽ ആക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. അല്ലേ? നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന പഴം തിന്നാതിരുന്നെങ്കിൽ അവർ നിത്യമായി വാണേനെ. എന്നാൽ അവിടെ വെച്ച് മനുഷ്യൻ പറ്റി ആ തലമുറയിൽ ഇങ്ങോട്ട് ആദാമ്യ സന്തതികളെല്ലാം പാപികളായി തീർന്നു. ഇന്നും പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കി വിശ്വസിക്കുന്നവര് യാതൊരു പൈസയോ അല്ലെങ്കിൽ ഒരു കർമ്മോ ചെയ്യാതെ അവന് രക്ഷ കൊടുക്കുവാൻ കർത്താവ് തയ്യാറായി. അതുകൊണ്ട് നമ്മളെ പോലുള്ളവരെല്ലാം ആ പാപശൈലിയിൽ നിന്ന് കർത്താവ് നമ്മളെ പിടിച്ചുകൊടുത്തെന്ന് പറഞ്ഞ്, മോനെ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചു, എന്റെ ക്രൂശിലേക്ക് നോക്കി നീ ഓടിയാൽ, എന്നെ ധരിച്ചുകൊണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്താൽ, ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ നിന്നെ ഇരുത്താൻ ഞാൻ വീണ്ടും വന്ന് നിന്നെ ചേർക്കാൻ വരും. ഈ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തെ കളയാൻ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓടാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവൻ പിടിച്ചുകൊള്ളാൻ പറഞ്ഞതിന്റെ കാരണം എന്നാ? കഷ്ടപ്പെടത്തില്ലേ? ഒരു കൂട്ടർ പറയുകയാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ പാപം ചെയ്താലും നമുക്ക് അവിടെ ചെല്ലാമെന്ന് അവർ പറയുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല. 3-ാം സ്വർഗ്ഗം വീണ്ടെടുക്കപ്പെട്ട പൗലോസ് പറയുകയാണ്, നിത്യജീവനെ പിടിക്കണം, അത് കൈ പിടിക്കണം. വെളിപ്പാട് പറയുകയാണ്, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ നിനക്കുള്ളതിനെ നീ എന്ത് ചെയ്യണം? പിടിക്കണം. ഇതിനെ പിടിക്കണം, മുറുക്ക പിടിച്ചുകൊണ്ടാ പോകുന്നത്. ഇത് ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക 2 കാര്യം. ഒന്ന്, പൗലോസ് പറയുക ഇതിനെ നിത്യജീവനെ പിടിക്കണം. അടുത്തത് 15-ാം അധ്യായത്തിൽ പറയുകയാണ്, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളണം. ഇതൊരു ഭയങ്കര കഷ്ടമായ യാത്രയാണ്. നമ്മുടെ കർമ്മസാർ വിചാരം അറിയാമോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ പ്രാർത്ഥിച്ച് കൈകഴിച്ചപ്പോ പോയാൽ മതി. പിന്നെ ഇപ്പം ഭയങ്കര ഡ്രംസൊക്കെ ആട്ടിക്ക് തകർക്കുക, ചാടാത്തവനും ചാടും. അല്ലേ? ഇപ്പൊ എന്ത് അറിയിട്ടുണ്ടോ അതിന്റെ പേരല്ല? ഈ ഡിസ്കോ അടിക്കുന്ന ഭയങ്കര പാട്ട് ഭയങ്കര എന്ന് പറയുന്ന പേരല്ലോ. DJ അടിക്കാൻ ആരാ ചാടാത്തത്? വല്യപ്പൻ എഴുതി കാണും. അല്ലേ? കഴിഞ്ഞ ദിവസം DJ അടിച്ചപ്പോ ഒരു വല്യപ്പൻ ഇവന്മാര് ഇപ്പൊ ഈ കരോൾപ്പിന് പോകുമ്പോഴേ ഇവന്മാര് ഭയങ്കര മ്യൂസിക് എടുത്തു. അപ്പൊ ഒരു വല്യപ്പനെടുത്ത് തരുന്നു. വല്യപ്പനാണെങ്കിൽ തളർന്നിരിക്കുക.
DJ അടിയാൻ തുടങ്ങിയപ്പോഴത്തേന് വലിയപ്പോ ചാടിയൊക്കെ എഴുന്നേറ്റ് ഭയങ്കര ഡിസ്കോ. അപ്പൊ അമ്മ വിചാരിച്ച് ഭാര്യ വിചാരിച്ച് ഇപ്പൊ വീഴും, കാരണം ഇയാൾക്ക് തൊട്ടും പറ്റുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ തൊടുവാ ഇരിക്കുന്നു. പുള്ളിക്കാരൻ പൊരിഞ്ഞ ഡാൻസ്. അപ്പൊ DJ അടിച്ചാൽ ഏത് ചാടിക്കുന്നവരും എഴുന്നേറ്റ് ചാടും. ആ ഒരു അവസ്ഥയിലേക്ക് പെന്തക്കോസ്തുപോളം വന്നു. ദൈവമക്കളെ, അതല്ല ആരാധന. നിന്റെ കരങ്ങൾ അടിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിന്നിലേക്ക് വ്യാപരിച്ച് നീ അറിയാതെ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന യഥാർത്ഥമായ ആരാധന കേട്ടോ. അല്ലാതെ താളമേളങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതല്ല ആരാധന. ആരാധന പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിച്ച് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നിന്നെ പൊങ്ങി ആരാധിപ്പാൻ നിന്നെ സഹായിക്കുമ്പോഴാ നീ ആരാധിക്കേണ്ടത്. അല്ലാതെ ഈ കാണുന്ന ഡെപ്പാൻ കൂത്തുകൊണ്ടൊന്നല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ആ ആരാധനയൊക്കെ എന്താ മനുഷ്യനുണ്ടാക്കി കൃത്രിമമായ പരിപാടിയാ. അതൊന്നും പെന്തക്കോസ് അനുഭവമല്ല. പെന്തക്കോസ് അനുഭവം മണ്ണൊക്കെ കത്തിച്ചു വെച്ച് ഒരു പാട്ടയെ കൊണ്ട് അടിച്ച് ആരാധിക്കുമ്പോൾ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ട് അവരിരുന്ന സ്ഥലം മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചത് നമ്മുടെ ആരാധന കേട്ടോ. അവിടെ തുടങ്ങിയ ഈ ആരാധന, അല്ലാതെ ഇന്നത്തെ താളമേളങ്ങളല്ല ആരാധന. ഒരു വീട് പോലും ഇല്ലാതെ ഷട്ടടിച്ച് അതിൽ പാർത്തുകൊണ്ട് 10 പേരിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ ആ ദേശം ഇളകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരാധിക്കുന്നത് ആരാധന. ഇത് തന്നെയാണ് മർക്കോസിന്റെ മാളിക വഴിയിൽ സംഭവിച്ചത്. 120 പേരുടെ ആത്മാവ് വന്നപ്പോൾ ആ ദേശം മുഴുവൻ ഇളകി. കാരണം കൊടിയെ കണ്ടിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി. അവരെ ശക്തമായി ആരാധിച്ചു. ദേശത്തെ ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഇതെന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓടിക്കൂടി. ഇന്ന് പകരക്കാല ദൈവങ്ങളെ കൃത്രിമമായ ആരാധനയല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നിന്റെ മേൽ നീ വിശ്വസിക്കുക, കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങിയ ആത്മാവ് ഇറങ്ങുമ്പോൾ നീ അറിയാതെ ആത്മാവിനെ സംസാരിക്കും, അന്യഭാഷകൾ ആരാധിക്കും, കരങ്ങൾ അടിക്കും, നീ തുള്ളിച്ചാടും. ആരാധന വിശ്വസിക്കുന്നതിന്റെ മേലെ വ്യാപരിക്കുന്ന ഇതില് ഞാൻ പറഞ്ഞു, ഇത് വ്യാപരിക്കുന്നത് വിശ്വാസം ഉള്ളിൽ നിറയുന്നവന്റെ ഉള്ളിലേക്ക് ആത്മാവ് കൊണ്ട് വ്യാപരിക്കും. പറയുന്നത് ഈ അത്യന്ത ശക്തി അതിന്റെ ബലത്തോടെ അവരുടെ ഉള്ളിലേക്ക് വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആ ശക്തി നിന്റെ ഉള്ളിലേക്ക് വ്യാപരിപ്പാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണെന്ന്. ഇന്ന് പകൽക്കാലം നമ്മളും പ്രാർത്ഥിക്കേണ്ട, കർത്താവേ അങ്ങയുടെ ആത്മബലത്താൽ എന്നെ ശക്തിയോടെ എന്റെ ഉള്ളിൽ വ്യാപരിച്ച് ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ കോടികളെ പിളർക്കുന്ന ദൈവശക്തി എന്റെ മേൽ ഇന്ന് വ്യാപരിക്കുവാൻ നമ്മുടെ വിശ്വാസത്തെ ഇന്ന് ശക്തമായി നമുക്കൊന്ന് എഴുന്നേൽപ്പിക്കാം. യേശുവാണ് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല വിശ്വാസം കേട്ടോ. കഴിഞ്ഞ 20 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എനിക്ക് സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഒരു വണ്ടി മേടിച്ചു. സ്വന്തം അധ്വാനം കൊണ്ടാണ് 2 വണ്ടി മേടിച്ചത്. ഒരാളുടെ പൈസ കൊണ്ടല്ല. കർത്താവിന്റെ വേല സ്വന്തം കൈകൊണ്ട് അധ്വാനം ചെയ്യണമെന്ന് ഇന്നും ആഗ്രഹിക്കുന്നതാണ്. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞത്, നീ കർത്താവിന്റെ വേലക്കാരനായി ഇതിനെ വിളിക്കപ്പെട്ട ഈ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഒരാളുടെ 10 പൈസ മേടിക്കാതെ കർത്താവിന്റെ വേല ചെയ്യണം. അതാണ് ഏറ്റവും ഉത്തമമായത്. പൗലോസ് നമ്മൾ കാണിച്ചതിന് മാതൃകയാണ്. അല്ലാതെ മറ്റവന്റെ കാശ് നോക്കി മറ്റുള്ളവന്റെ കീശയിലെ കാശ് എന്റെ കീശയിൽ വരണമെന്ന് പറയുന്ന ശുശ്രൂഷയല്ല യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അവന് വേണ്ടി നാം തകർക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ നമ്മളും ഇല്ലായ്മയിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മളും വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ നമുക്ക് പലതും ഇല്ലാ വന്നേക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുള്ള ഒന്നും ടെൻഷൻ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് വേണ്ടി അവൻ ഒരുക്കിയ പഠനത്തിൽ താമസമേ നാം എത്തിച്ചേരും. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത് വേണ്ട എന്താ? നിത്യജീവനെ പിടിച്ചു കൊള്ളണം. അടുത്തത് പെട്ടെന്ന് വായിച്ചു. പല വണ്ടികൾ പോയിട്ട് വിശാല 3 ദിവസം മക്കളെ നമുക്ക് പടങ്ങി വരാം.
വായിച്ചു പോയി. അല്ലല്ല, മറ്റേ അത് വായിച്ചു തീർന്നോ? വിശ്വാസത്തിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. പിന്നെ അടുത്തത് അപ്പൊ നമ്മളെ വിളിച്ചിരുന്നതിനാ നിത്യജീവനെ പിടിക്കാനാണ്. വിശ്വാസത്തിൽ ഒന്നര വായിച്ച വാക്യം, ഒന്നര ആയിരം വായിച്ച് 12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നമ്മുടെ കുറിവാക്യം എന്നാ? വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അപ്പം എന്തിനാ നമ്മൾ പോരാടേണ്ടത്? അവിടെ പറഞ്ഞിരിക്കുന്ന പോരാട്ടം എന്തിനാ? പണത്തിന്റെ കൊതിയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. അല്ലേ? പണം എല്ലാവർക്കും ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. എന്റെ കർത്താവ് പറഞ്ഞത് ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതിനോട് കൂടെ നിനക്ക് വേണ്ടതൊക്കെ തരാമെന്നാണ്. ഇന്ന് ഉത്തമ സാക്ഷിയെ ഞാൻ വേണ്ടതൊക്കെ തന്നു എന്നെ നടത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, വിശ്വാസിയെ നീ കർത്താവിന്റെ കൂടെ നടക്ക്. നിനക്ക് വേണ്ടത്, നിന്റെ മക്കൾക്ക് വേണ്ടത്, തലമുറയ്ക്ക് വേണ്ടത് ദൈവം ഒരുക്കുന്നുണ്ടോ? വിശ്വസ്തത നിനക്കുണ്ടോ? വിശ്വാസം നിനക്കുണ്ടോ? എന്റെ അപ്പൻ നിനക്ക് വേണ്ടി അതിയായ വഴികളെ തുറന്ന്, അടഞ്ഞു കിടക്കുന്ന വാതിലിനെ നിന്റെ മുമ്പിൽ തുറന്ന്, നിനക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ എന്റെ യേശു എന്ന എനിക്ക് ഉറക്കെ പറയുവാൻ കഴിയും. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. എന്റെ അപ്പൻ ഈ തലമുറയെ മാനിക്കാൻ വിടത്തില്ല കേട്ടോ. നിന്നെ ദരിദ്രവാസിയാക്കിയാൽ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. പക്ഷെ ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ വളഞ്ഞ വഴിയിലോട്ട് യാത്ര ചെയ്യരുതോ, പാപത്തിന്റെ വഴിയിലോട്ട് യാത്ര ചെയ്യരുതോ, നീതിയാഗ്രഹത്തിന്റെ കുറ്റി നീക്കി അടിക്കരുതോ. ഒരു ലോത്തിനെ പോലെ, മലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ പോലെ അപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ആ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ലോത്ത് കുറ്റി നീട്ടി അടിച്ചു. അവസാനം എന്തായി? കുടുംബം പോയി, ഭാര്യ പോയി, സ്വത്തും പോയി, അഗ്നിക്കിരയാകുന്ന അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഒരിക്കലും ആകരുത് കേട്ടോ. ദൈവങ്ങളെ, വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ആദ്യമായി പൗലോസ് പറയുന്നത് പണത്തോടുള്ള നമ്മുടെ മനോഭാവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് മാറി പോകുവാനാണ് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് യാക്കോബിന്റെ ലേഖനം 4:4 പെട്ടെന്ന് വായിച്ചേ. പെട്ടെന്ന് നമ്മൾ ആദ്യം ഇതിന്റെ പോരായ്മയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വാസത്തോട് കയറാൻ. പെട്ടെന്ന് വായിച്ചു. യാക്കോബ് 4:4 പെട്ടെന്ന് വായിച്ചു. യാക്കോബ് 4:4 അവിടെ ഓർമ്മ കിട്ടു. വ്യഭിചാരികളായുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്താണ് തന്നെ സഹോദരന്മാരെ ലോകസ്നേഹം? കർത്താവ് അവിടെ യാക്കോബ് ചിന്തിക്കുന്ന ലോകസ്നേഹം എന്നാ ലോകസ്നേഹം? യേശുവിന്റെ സ്നേഹത്തെക്കാൾ വലുത് ലോകത്തിലുള്ള കാര്യങ്ങളെ സ്നേഹിക്കുക. യേശുവിനേക്കാൾ മറ്റൊന്നും എനിക്കില്ല. എന്റെ അപ്പനോ, എന്റെ അമ്മയോ, എന്റെ ഭാര്യയോ, എന്റെ കുഞ്ഞുങ്ങളോ, എനിക്കുള്ള സകലതിനേക്കാൾ എനിക്ക് വലുത് എന്റെ യേശുവും. അല്ലേ? കാരണം ഞാൻ പാപത്തിൽ മരിച്ച് നിത്യമായ നരകത്തിൽ പോകെടുത്ത് 23 വയസ്സിൽ എന്നെ തേടി വന്ന കൃപയിൽ എന്നെ നിർത്തി ഇന്നയോളം അവന്റെ കരങ്ങളിൽ എന്നെ വഹിച്ചു. എനിക്ക് നല്ല കുടുംബം തന്നു. എന്റെ അന്നത്തെ പോക്കാണെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ എനിക്ക് കഴിയണം. കാരണം അടിയും വെട്ടും കുത്തുമായി നടക്കുന്ന എനിക്ക് അവിടെ കുടുംബജീവിതം കിട്ടും. എനിക്ക് നല്ലൊരു ഭാര്യയെ കർത്താവ് തന്നു, 2 കുഞ്ഞുങ്ങളെ തന്നു. ദൈവങ്ങളെ, ഇതൊക്കെ അവൻ ചെയ്ത കൃപയല്ലേ? അവൻ നല്ല ദാനമല്ലേ? നശിമോടെ എന്നെ ഇത് നിങ്ങളുടെ മുമ്പിൽ ആത്മാവസ്ഥയ്ക്ക് പാസ്റ്റാക്കി നിർത്തുവാൻ കാരണപ്രദനായ എന്റെ കർത്താവിനെ കഴിഞ്ഞ് എനിക്ക് വലിയവനായ ആരുമില്ല. അതുകൊണ്ടാ വചനം പറയുന്നത്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനുമായി കാത്തിരിക്കും. പറയാ, എന്റെ ദൈവം എന്നെ അടിച്ചാലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഞാൻ തെളിയിക്കും അവന്റെ മുമ്പിൽ എന്റെ നടപ്പ്. ദൈവങ്ങളെ, ആ വിശ്വാസമാണ് ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ഒരുവന്റെ വിശ്വാസം. ആ വിശ്വാസം ചോർക്കുവാൻ ലോകസ്നേഹം നിന്നെ ഒരിക്കലും പിടിക്കരുത് കേട്ടോ. ലോകസ്നേഹം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സകലതും ഉണ്ടായി. ഇനി അതിനെ വേറെ ഒരു വാക്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, മൊബൈൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ ലോകപരമായ ചിന്തകൾ, നമ്മുടെ ശരീരത്തിൽ ഉത്ഭവിക്കുന്ന വേണ്ടാത്ത ചില വികാരങ്ങൾ, ഇതൊക്കെ ലോകസ്നേഹത്തിൽപ്പെട്ടതാണ്.
അവർക്ക് നമ്മൾ തടയിട്ടില്ലെങ്കിൽ അത് വലിയൊന്നും ഞാൻ പറയുന്നത്. കാരണം മനുഷ്യനാണെങ്കിൽ മനുഷ്യനായി ജീവിക്കുന്നവരൊക്കെ ഇത് വരും, അല്ലേ? ഈ ചിന്തയൊക്കെ വരും. പക്ഷെ ഇതിനെ തടയിടാൻ നമുക്ക് കഴിയണം. ഇതിനെ നമ്മൾ പിടിച്ചു നിർത്തി ഇത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം യേശുവുമായി ഞാൻ വിരോധിയാകാനല്ല ഞാൻ കർത്താവിനെ അറിഞ്ഞത്. പറഞ്ഞല്ലോ ലോകസ്നേഹം ദൈവത്തോട് ശത്രുവാണ് നമ്മൾ, അല്ലേ? കർത്താവിന് ഇത്രയും വെറുപ്പുള്ള ഒരു കാര്യമില്ല, ശത്രുത്വമാണ്. അടുത്തത് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രു. അപ്പം ദൈവം നമുക്ക് ശത്രുവായി, അങ്ങോട്ടും ശത്രുവായി. ദൈവമക്കള് ശത്രുവാകാനാണോ? ഇങ്ങനെയാണ് പാട്ടുകാരൻ പാടി, ശത്രുവാമെന്നെ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്രയൊരു മധ്യരുവിൽ. നമ്മൾ ആദ്യം ആരായിരുന്നു? ശത്രുവായിരുന്നു, അല്ലേ? പാട്ടുകാരൻ പറയാം, ശത്രുവായി എന്നെ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ. ഒന്ന് പഠിക്കുന്നേ മക്കളെ, ഇത്ര മഹാസ്നേഹം ഇത്രയൊരു മധ്യരുമില്ലദൃഢം. ശത്രുവായ നമ്മളെ പുത്രനാക്കി പിന്നെയും നമ്മൾ ലോകസ്നേഹത്തിൽ പോയി ശത്രുവാകുക, അല്ലെ? അങ്ങനെയല്ലേ അറിയുന്നത്, അല്ലേ? ശത്രുവായ നമ്മെ ആരാക്കി മാറ്റി? പുത്രനാക്കി മാറ്റി, അല്ലേ? അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, അവന്റെ മകനെന്ന് വിളിക്കപ്പെട്ട അന്ധകാര ശക്തികൾ എന്നെ കാണുമ്പോൾ വിറയ്ക്കുന്നുണ്ടെങ്കിൽ, അന്ധകാര ശക്തികൾ എന്നെ കാണുമ്പോൾ കീഴടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ മകനായതുകൊണ്ടാണ്, അല്ലേ? ഒരിക്കൽ ബിജു എന്നെ പിശാചി കാർക്കിട്ട് ചവിട്ടിയതാ. എന്നാൽ ഇന്ന് പിശാചി എന്റെ മുമ്പിൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ സ്വർഗ്ഗത്തിലെ അപ്പന്റെ മകനായതുകൊണ്ടാണ്. ആ പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെയും ശത്രുവായി തീരാൻ ഒരിക്കലും ഇടവരരുത് കേട്ടോ. ദൈവമക്കളെ, ഈ 3-ാം ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ പുത്രനാക്കിയ എന്റെ യേശുവിന്റെ സ്നേഹം വിട്ട് നീ പോയിട്ട് ലോകസ്നേഹിയായിട്ട് നീ ശത്രുവായി മാറരുത്. ശത്രുവായി നീ മാറിയാൽ നിന്നെ പിശാചായിരിക്കും നടത്തുന്നത്. അവസാനം നിന്റെ അന്ത്യം നീ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ശത്രുവായ പിശാചിന്റെ പദ്ധതിയിലേക്ക് നീ ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. അടുത്ത നമുക്ക് തുറന്ന് വായിക്കാം. ഇനി വിശ്വാസത്തിൽ ഞാൻ അവിടെ ആ ഭാഗം ഇടുക. നിങ്ങൾക്ക് അത് കേൾക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഈ വിശ്വാസം നിൽക്കാൻ കഴിയാത്തതിനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ വിശ്വാസത്തിൽ നിലനിൽക്കി നിന്നാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നാണ് ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ഒന്നാമത്, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് എങ്ങനെ അറിയാമോ? നിങ്ങൾ ഐഡിയ പറഞ്ഞു, എന്തായിരിക്കും വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പോരാടാൻ കഴിയുന്നത്? ഒരാൾ പറഞ്ഞു, ഈ പോരാടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന് വേണ്ടി എങ്ങനെയായിരിക്കും നമുക്ക് പോരാടാൻ പറ്റുന്നത്? പ്രാർത്ഥനയിൽ പോരാടണം. നമുക്ക് അതിനെ ചിന്തിക്കാം. കൊലോസ്യലേഖനം 4:1 വായിച്ചു. 4:1, 4:12. അമ്മ പറഞ്ഞ കറക്റ്റ് വാക്യം. പ്രാർത്ഥനയിൽ പോരാടണം. വായിച്ചു. കൊലോസ്യർ 4:1, 4:12. ആദ്യം ഒന്ന് കൊലോസ്യർ 4:1. 4:12. 4:12 അല്ലേ പറഞ്ഞു? കൊലോസ്യർ 4:1 വായിക്കുന്നത്. 4:12 വായിച്ചു.
അടുത്ത് വരുമ്പോഴാ, അതിൻ്റെ അടുത്ത് വരുന്നുണ്ടോ? നിങ്ങൾക്കും നവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കാണാത്തവർക്കും എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന് വേണ്ടി എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. എന്തിനാ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ മേൽസൗകര്യം അനുഗ്രഹിക്കണമേ, വീട് ലഭിക്കണമേ, മേൽസൗകര്യെ കർത്താവ് ശക്തമായി നടത്തണമേ, വണ്ടി കൊണ്ട് പോകുമ്പോൾ നിറച്ച് സാധനം കിട്ടണമേ, മേൽസൗകര്യ സന്തോഷം ആഗ്രഹിച്ചതും അതാ. പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥന അങ്ങനെയല്ല കേട്ടോ. പ്രാർത്ഥന സുഖം വായിച്ചു. ആ വാക്യം നിങ്ങൾ ശക്തമായി ഒന്ന് ചിന്തിച്ചു വായിക്കും. നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. വായിച്ചു. നിങ്ങൾക്കും, അതായത് കൊലോസ്യ സഭയ്ക്കും നവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കാണാത്തവർക്കും. കാരണം പൗലോസിന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയുന്ന, കാരണം അനേകർ തന്നോട് സഭകളിലോട്ട് ഇങ്ങനെ ആഹ്വാനം കൊടുക്കും, ഇന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇനി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അവരുടെ മുഖം പൗലോസ് കണ്ടിട്ടില്ല. ഇല്ലേ? ഇപ്പൊ ഞാൻ തന്നെ എന്നെ ഇപ്പൊ ദുബായിൽ ഒരാൾ വിളിച്ചിട്ട് പറയും ഭാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് അവരുടെ മുഖം അറിയത്തില്ല. ഇനിയിപ്പോ വാട്സപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് വാട്സപ്പിലോട്ട് കയറുമ്പോൾ അവരുടെ മുഖം കാണുന്നത്. ഇല്ലേ? അപ്പൊ മുഖം കാണാത്തവർക്കും അവർ ക്രിസ്തു എന്ന ദൈവത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്തും. അപ്പം ഏതാ സമ്പത്ത്? നമ്മുടെ അതായത് പരിജ്ഞാനം ക്രിസ്തുവില്ലേ? ക്രിസ്തുവിനെ അറിയാവുന്നതാണ് പരിജ്ഞാനത്തിന്റെ പരിപൂർണത. അല്ലേ? അപ്പൊ പരിജ്ഞാനത്തിന്റെ പരിപൂർണതയും വിവേകമാണ് നമ്മുടെ സമ്പത്ത്. ക്രിസ്തുവിനെ അറിയുന്നതാണ് നമ്മുടെ സമ്പത്ത്. അല്ലേ? അവിടെ വായിച്ച അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ഒരുത്തനെ ഒരിക്കലും വിരോധമായിട്ട് നടക്കൂ? ആ പോരാട്ടമല്ലത്. സ്നേഹത്തിൽ ഏകീഭവിച്ചു. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ശരിക്കും ഈ വിവാഹത്തിനെ സഹകരിച്ചതുകൊണ്ടാണ്. ഞാൻ ഇതുവരെ വന്നിട്ട് നിങ്ങൾ സഹകരിക്കാത്ത, നിങ്ങൾ ആവശ്യക്കാരായിട്ടിരുന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ കാരണമായിരുന്നു. അങ്ങനെ ഇരുന്നാലേ പലതും നടക്കൂ. ദൈവങ്ങളെ നിങ്ങളെല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളെല്ലാവരും ആവശ്യപൂർവ്വത്തോടെ ഈ കഴിഞ്ഞ 2 ദിവസവും ഇരുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ നടുവിൽ മഹാ അത്ഭുതങ്ങളെ ചെയ്തു. നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ദൈവ കർത്താവ് നിങ്ങളെ ഇന്നും ഇന്നലെയും മെനഞ്ഞാനുമൊക്കെ ആയിട്ട് ഇന്നും നിങ്ങളെ ശക്തമായി ഉയർത്താൻ പോവുക. പക്ഷെ ഇന്നലെയും മെനഞ്ഞാനൊക്കെ നിങ്ങളെ ഒന്ന് കർത്താവ് ഒന്ന് എഴുന്നേൽപ്പിച്ചു, അല്ലെ? ഒന്ന് ശക്തീകരിച്ചു. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഉന്നതമായിട്ടായിരിക്കും നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത്. ദൈവങ്ങളെ നമ്മളിൽ ഈ ചുരുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഈ തീർന്നു പോകുന്ന ദൈവശക്തിയെ നമ്മൾ ചാർജ് ചെയ്ത് കയറ്റാനാണ് ദൈവം നമ്മെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഇരുന്നത്. നമ്മുടെ ചാർജിങ് പോയെടുത്ത് ഒന്നും കൂടെ ചാർജ് ആകാൻ, ഒന്നും കൂടെ എന്നെ ആ ക്രിസ്തു എന്ന ആ മർമ്മത്തിലേക്ക് എന്നെ കടത്തി വിട്ടിട്ട് അവന്റെ വചനം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ചിട്ട് അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ ഒന്നും കൂടെ ചാർജ് ചെയ്യുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥനയും ഉപവാസവും. കേട്ടോ, ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാരണം ഇതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ ഒരാൾ കൈയടിക്കാൻ പറ്റുന്നില്ല. ഒരാള് നമ്മുടെ വീരസൗകര്യം കൈയടിക്കാൻ വീഴും. അങ്ങനെ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാൻ ആ പുറത്തെ വേദന മാറിയോ? പുറത്തിങ്ങനെ പിടിച്ചേക്കാറ് വിചാരിക്കും. അത് ഇന്ന് മാറ്റി പൂർണ്ണമായി മാറ്റിക്കണം ഇവിടുന്ന് പുറത്തിറങ്ങാൻ. അപ്പൊ ദൈവത്തെ ഇതൊക്കെ നമ്മെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ ആത്മീയ തലങ്ങളാണ് കർത്താവിന്റെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം മുഴുവൻ ഭൗതിക തലങ്ങളാണ്. നമ്മൾ അവിടെയാണ് കർത്താവുമായി നമുക്ക് അടുക്കാൻ പറ്റാതാകുന്നത്. നമ്മുടെ ആഗ്രഹം ഭൗതിക തലമാണ്, പക്ഷെ കർത്താവിന്റെ ആഗ്രഹം ആത്മീയ തലമാണ്. വചനമൊക്കെ പഠിപ്പിക്കുന്നത് ആത്മീയ തലത്തിലേക്ക് നമ്മൾ ചെല്ലാനാണ്. പ്രാർത്ഥനയും അങ്ങനെയാണ്. ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. സ്നേഹത്തിലേക്ക് വഹിച്ചിട്ട് ഹൃദയങ്ങൾക്ക് എന്തുണ്ടാകണം? ഇവിടെ 3 ദിവസം നടന്നിട്ട് പിന്നെ കാര്യങ്ങളാണ് നീ പോകുന്നതെങ്കിൽ
പിന്നെയും ആശ്വാസമില്ലാതെ നീ പോകുന്നെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് കാര്യം ഉണ്ടായിരുന്നു? അല്ലേ? ഞാൻ രോഗിയായിരിക്കുന്ന ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് നിങ്ങളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവിടെ പ്രാർത്ഥന ഒരു പ്രഹസനമാക്കി ഒരു 2-3 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് മാത്രം മറക്കുന്നതെന്ന് പറഞ്ഞ് വളർന്നാൽ പല കാര്യങ്ങളുള്ളൂ. ഞാൻ ഇന്ന് മേശോരെ വിളിക്കുമ്പോൾ മേശോര് ശക്തമായി ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ വിളിച്ചപ്പോൾ ഓരോരുത്തരും കത്തിക്കുടഞ്ഞ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ മേശോരെ വിളിച്ചപ്പോൾ മേശോരുടെ വീട്ടിൽ നല്ല കൈയടിച്ച് നല്ല ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി 3 മണിക്ക് ദൈവങ്ങളെ അവിടെ ഒക്കെയാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നീ ആത്മാവിൽ ഒന്ന് ശക്തീകരിക്കണം. ആത്മാവിൽ ഒന്ന് പോരാടണം. പോരാടി നിന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കി വിട്ട് മാറിപ്പോയി ദേശശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം നീ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന ഉയർച്ചയും. പക്ഷെ നീ ഇങ്ങനെ ഉറക്കപ്പിച്ചേരി സ്വപ്നം പറഞ്ഞിട്ടൊന്നും ഒരു വിചാരം പോവുകയല്ല. ഒരു പ്രാർത്ഥന അങ്ങോട്ടൊന്നും വിടുതലില്ല. പ്രാർത്ഥന എപ്പോഴും നമ്മൾ പോരാടിക്കൊണ്ടായിരിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ശത്രുവുണ്ട്. അവൻ നമ്മെ തകർക്കാൻ, നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുവാൻ, ഈ പ്രാർത്ഥന ഉയർച്ചെല്ലാതിരിക്കുവാൻ അവൻ ശക്തമായി നമ്മുടെ മൈൻഡിൽ പ്രവർത്തിക്കും. എന്നാൽ അവനെ ഉരുത്തി ആ പ്രാർത്ഥനയുമായി കർത്താവുമായി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥന, അവിടെയാണ് പോരാട്ടം എന്ന് പറയാൻ പറ്റുന്നത്. എല്ലാവരും ഉറങ്ങിയും തൂങ്ങിയും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും പോരാട്ടി പ്രാർത്ഥിക്കാനല്ല, പോരാട്ട പ്രാർത്ഥനയല്ലത്. അതുകൊണ്ട് ദൈവങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ തലം ഈ ദിവസങ്ങളിൽ ഒന്ന് മാറട്ടെ. വിശ്വാസത്തിന്റെ ആ ശക്തി പ്രാവശ്യം നിനക്ക് പ്രാർത്ഥനയിൽ പോരാടിയാലേ ഇത് നിൽക്കാൻ കഴിയുകയുള്ളൂ. നിന്നെ ഏൽപ്പിച്ച ഈ പ്രാർത്ഥനയിൽ നീ പോരാടണം. ദൂത തന്നെ പറയുന്നുണ്ട് അടുത്തത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ദൂതയുടെ ലേഖനം 20 നമ്മൾ പറഞ്ഞ ദൂത തന്നെ പറയുന്നു. സമയം പെട്ടെന്ന് നിങ്ങളുടെ ആദ്യ വിശുദ്ധ വിശ്വാസം. വിശ്വാസത്തിന്റെ പേരാണ് അങ്ങനെ ഉണ്ടോ? ദൈവങ്ങളെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? നമ്മുടെ ആദ്യ വിശുദ്ധ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യ വിശുദ്ധ വിശ്വാസം. ശരി വിശ്വാസം എന്താ വിശ്വാസം? ആദ്യ വിശുദ്ധ വിശ്വാസം. ദൂരം പറയുക ഈ ആദ്യ എന്താ പറയുന്നത്? വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന്. പിന്നെ പറയാ പ്രിയമുള്ളവരെ, നമ്മുടെ ആദ്യ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി ആധാരമാക്കി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാ പോരാടി പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ആദ്യ വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി വെച്ചുകൊണ്ട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കേണ്ടത് ആരുടെ കൂടെയാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോരാട്ട പ്രാർത്ഥന നടക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ മേലുള്ള പോരാട്ടങ്ങളെ തെറിപ്പിച്ച് നിന്റെ ആത്മാവിൽ സന്തോഷിക്കുന്ന വ്യക്തിയാക്കി മാറ്റുന്നത് യഥാർത്ഥമായ പ്രാർത്ഥന. വിശ്വാസമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷയങ്ങളിൽ ഒരു വലിയ വിടൽ ഇന്ന് സംഭവിക്കുമെന്ന് ദൈവാത്മാവ് പറയുക. ഈ പോരാടി പ്രാർത്ഥിക്കുന്ന ഒറ്റ ഭവനങ്ങളിലും നിന്റെ നാട്ടുകളിലും നിന്റെ കുടുംബത്തിലും പൈശാചിക മണ്ഡലങ്ങളൊക്കെ കയറി നിറയുവാൻ കഴിയുന്നില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് പറയുക. ദൈവശക്തിയുടെ മർമ്മം അറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ജനത്തെ ദൈവമേ സഹായിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഹോദരാ, എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നത്? നിനക്കുള്ള ആവശ്യം പരിശുദ്ധാത്മാവാണെങ്കിൽ ആത്മാവ് നിങ്ങളിൽ നിറഞ്ഞിരിക്കും. നീ വെറുതെ പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആത്മാവ് മൗനമായിരിക്കും. പക്ഷെ നീ പിടിക്കേണ്ട കൂടുതൽ കാര്യം പ്രമരവൃത്തി പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ആത്മാവിനെ സഹായിയായി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഈ രാജ്യത്തിന്റെ വിടുതലായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരു വിടുതലിന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ വ്യാപരിക്കും. ദൈവങ്ങളെ
ആത്മാവിനെ സഹായിയായി തന്ന ദൈവത്തോട് നീ ചോദിക്കണം, കർത്താവേ, എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്റെ പ്രാർത്ഥനയിൽ പോരാടുവാൻ ഒന്ന് സഹായിക്കാതെ എന്ന് പറഞ്ഞ് നീ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആകെ വെച്ച് നീ ശക്തിയോടെ പ്രാർത്ഥിച്ച് നിന്റെ ഭവനത്തിൽ ദേശത്ത് നടക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തുറക്കുവാൻ ദൈവം നിന്റെ പ്രാർത്ഥനയെ സഹായിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാൻ പറയട്ടെ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. നിന്റെ ആത്മീയ തലത്തിൽ മാറ്റം വരും. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. പരിശുദ്ധാത്മാവിനെ കൂട്ടാക്കുക. എന്താ കർത്താവേ, നിന്റെ ആത്മാവിനെ കൂട്ടി ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പോരാട്ട പ്രാർത്ഥനയാണ്. ഇനി അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. കൊളോസ്യർ 4:12 വായിച്ചു പെട്ടെന്ന്. വന്ദനം ചെയ്തു. നിങ്ങൾ തികഞ്ഞവരും ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ് പറയുക, ശിഷ്യനായ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇന്നലെ വായിച്ചു ഒന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് ദൈവമക്കളെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഒരു വ്യക്തി ആത്മീയമായി കുഴഞ്ഞു പോകുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താനല്ല, ദൈവമേ അവനൊന്ന് തികഞ്ഞവനാകുവാൻ, അവനൊന്ന് തികഞ്ഞവനാകുവാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ തികഞ്ഞവനായി മാറിയാൽ അവൾ ക്രിസ്തുവിന്റെ കൂടെ നടക്കും. ഇതിന്റെ പ്രാർത്ഥനയുടെ തലം ഇന്ന് മാറട്ടെ. അനുഗ്രഹങ്ങളെ മാത്രം പ്രാർത്ഥിക്കുന്ന തലം മാറി ആത്മാവിന്റെ തലങ്ങളിലേക്ക് നീ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഓ, നിങ്ങൾ തികഞ്ഞവരൊക്കെ എന്താ തികഞ്ഞവനായി തീരുവാൻ തക്കവണ്ണം തികഞ്ഞവനാകുവാൻ പിന്നെ ദൈവഹിതം സംബന്ധിച്ച്. അപ്പൊ ദൈവഹിതം എന്താണെന്ന് നമുക്ക് എന്തുണ്ടാകണം? പൂർണ്ണ നിശ്ചയം ഉണ്ടാകണം. നമ്മളായിട്ട് സ്വയമായി നമ്മൾ ചെന്ന് കുഴി ചാടരുത്. ഇത് കർത്താവിന്റെ ഹിതമാണോ എന്ന് പ്രാർത്ഥിച്ച് ചോദിച്ച് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ആത്മീയ തലങ്ങളല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഭൗതിക തലങ്ങളാണ്. ഒരു വ്യക്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, വചനം ആഗ്രഹിക്കുന്നത്, അവൻ തികഞ്ഞവനായി തീരുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല അവൻ ദൈവഹിതത്തിന്റെ പൂർണ്ണത എന്താണെന്ന് അറിയണം. ദൈവമക്കളെ, അവർക്ക് വിശ്വാസത്തിൽ പോരാടാൻ പറ്റുമല്ലോ. അപ്പൊ തികഞ്ഞവനാകാത്ത ഒരു മനുഷ്യനും, അതായത് ക്രിസ്തുവിന്റെ മർമ്മത്തെ കുറിച്ച് യഥാർത്ഥമായി അറിയാത്ത ഒരുത്തനും വിശ്വാസത്തിന്റെ നല്ല പോൽ പൊരുതുവാൻ കഴിയത്തില്ല. ക്രിസ്തു വിശ്വാസത്തിന്റെ നായകനാണെന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിശ്വാസം നമുക്ക് പോരാടാൻ കഴിയുമെന്നും നമ്മൾ തികഞ്ഞവർക്ക് മനസ്സിലാകുന്നത് പോലെ തികയാത്തവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവര് ആ തലങ്ങളിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, പ്രാർത്ഥനയിൽ പോരാടുന്ന സഹോദരന്മാരെ ആരെങ്കിലും ആത്മീയമായി കുറഞ്ഞു പോയെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരാതെ, ഇടപ്രാർത്ഥനകളിൽ പങ്കുചേരാതെ, ദൈവഹിത പ്രകാരം നടക്കാതെ, ദൈവസ്നേഹത്തിൽ മുന്നേറാതെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിൽക്കാതെ ഈ ലോക സ്നേഹത്തിൽ പോകുന്ന സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അവന് ആവശ്യമുള്ള നന്മ കൊടുക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അവൻ വിശ്വാസത്തിൽ തിരിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, അവൻ ദൈവത്തിന്റെ ആ സമ്പൂർണമായ ഹിതം എന്താണെന്ന് അവൻ തിരിച്ചറിയണം.
അവന്റെ പോക്ക് അല്ലെങ്കിൽ അവളുടെ പോക്ക് ദൈവത്തിന്റെ മർമ്മം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ല, എന്തിനാ നിന്നെ തെരഞ്ഞെടുത്തതെന്ന് അറിയത്തില്ല, നീ ആർക്ക് വേണ്ടിയാ ജീവിക്കണേന്ന് അറിയത്തില്ല. നീ ജീവിക്കുന്നത് മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ്, എന്നാൽ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അല്ലേ? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നിന്റെ കുടുംബം ഭദ്രമാണെന്ന് 100% ഉറപ്പാണ്. നിന്റെ മക്കൾ തോന്നിയ വഴിക്ക് പോകത്തില്ല, പൈസ അടിച്ച് പൊട്ടിക്കത്തില്ല, അവർ മോശമായ വഴി സഞ്ചരിക്കത്തില്ല. കാരണം 10 കിട്ടിയാൽ ആ 10നെ സൂക്ഷിക്കാൻ അവർ പഠിക്കും. അവിടെ നിന്റെ കുടുംബം ഭദ്രമാകും. പണക്കാരനാകാനല്ല ഞാൻ പറയുന്നുണ്ടോ, പണക്കാരന്റെ പ്രസംഗമേ ഇല്ല, അങ്ങനെ ബൈബിളിൽ ഒരു വാക്യമേ ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. നിന്റെ ജീവിത ശൈലിയിൽ ദൈവം മാറ്റം വരുത്തും. അല്ലെങ്കിൽ പറയിട്ടിരിക്കുന്നവര് ഒരു കാലത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്ന് നിങ്ങളുടെ ജീവിതശൈലിക്ക് മാറ്റം വരുത്തിയില്ല ദൈവം. എന്നാൽ നിങ്ങൾ ആ മാറ്റം വരുത്തിയിട്ട് അത് ഉൾക്കൊള്ളാതെ പിന്നെയും ആ വഴി യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിൽ നിന്ന് മാറാനാണ് ദൈവാത്മാവ് നമ്മോട് ഓർമ്മിക്കുന്നത്. വിശ്വാസത്തിൽ പോരാടണം. അടുത്തത് രണ്ടാമത് അപ്പോസ്തലപ്രവൃത്തി 14:22. പെട്ടെന്ന് പ്രാർത്ഥനയിൽ പോരാടണം. അടുത്തത് വിശ്വാസത്താൽ നിലനിൽക്കണം എന്ന് നാം വിശ്വാസത്താൽ നിലനിൽക്കണം എങ്ങനെ നിൽക്കണം എന്ന് നാം ആ വാക്കിന്റെ അർത്ഥം എന്താ? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥിരത വേണം. സ്ഥിരത. അതായത് വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കണമെന്നാണ്. അതിനെന്ത് വേണം? നിലനിൽക്കണം എന്ന് നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കർത്താവിന്റെ മക്കളെ ഇന്ന് പ്രസംഗിക്കുന്ന ബിജു രാവിലെ എണീക്കുമ്പോൾ വിറയാം. കാരണം കീമോടെ ഗുളിക കഴിച്ചിട്ട് കീമോ അടിക്കുമ്പോൾ ശരീരം തരിപ്പണമായിട്ടാണ് വരുന്നത്. ഇപ്രാവശ്യം വന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം കീമോ അടിച്ച് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു. ആദ്യം തന്നെ വന്ന് സ്റ്റേജിലോട്ടാണ് കയറിയത്. കഷ്ടത എനിക്ക് വിഷയമേ അല്ല. കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്നു, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. എങ്ങനെയാ കടക്കേണ്ടത്? അനേകം കഷ്ടങ്ങളിൽ. വിശ്വാസിക്ക് കഷ്ടത തന്നേക്ക് ദൈവം. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ കഷ്ടത നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. കഷ്ടത സഹിക്കാൻ പറ്റാത്തവൻ കർത്താവിനെ ക്രൂശെടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഷ്ടത വരുമ്പം യേശുവിനെ വിട്ടു മാറുന്നവൻ അവൻ യഥാർത്ഥ വിശ്വാസിയാണോ? പൗലോസ് പറയുന്നത് യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കും. കഷ്ടത വന്നോട്ടെ, പട്ടിണി വന്നോട്ടെ, ദാരിദ്ര്യം വന്നോട്ടെ, വാള് വന്നോട്ടെ, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപെടുത്താൻ കഴിയത്തില്ല. അവസാനം മുട്ടേന്ന് പൗലോസ് തള്ളി പറഞ്ഞാൽ നിനക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നീ ഇപ്പോൾ മരിക്കും. പൗലോസ് പറഞ്ഞു, ഈ വൃദ്ധനായ ഞാൻ ഇന്നയോളം ജീവിച്ചു. എത്രയോ പ്രാവശ്യം തള്ളി പറയാനുള്ള അവസ്ഥകൾ എന്നോട് പറഞ്ഞിട്ടും എന്നെ യൗവനപ്രായത്തിൽ പറയാത്ത ഞാനാണോ ഈ വയസ്സായപ്പോൾ പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് താമസിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യുക. പറഞ്ഞു തരുമ്പോൾ അവര് പറഞ്ഞു, പൗലോസേ പറഞ്ഞു, വാള് കേറിപ്പോയി. ദൈവമക്കളെ, നിന്റെ വിശ്വാസത്തിന് എത്ര വലിയ വില കൊടുക്കേണ്ട വന്നാലും വിശ്വാസത്തിൽ വില കൊടുത്ത് നിൽക്കുന്നതാണ് യഥാർത്ഥമായ ദൈവസ്നേഹം. കണ്ടോ? പൗലോസ് പറയുകയാണ്, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കണം. ആദ്യം പറയുക, വിശ്വാസത്തിൽ നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം, അല്ലെ? അപ്പൊ കഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല? മാറിപ്പോട്ടില്ല. ഞാൻ അനുഭവിച്ച ഈ 1.5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന ദൈവങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ അതൊക്കെ നഷ്ടമായിട്ടല്ല കാണുന്നത്, ലാഭമായിട്ടാണ് കാണുന്നത്. കാരണം എന്റെ അപ്പന്റെ കൂടെ വസിക്കാൻ എന്റെ സർട്ടിഫിക്കറ്റ് ക്ലിയറായി, എന്റെ വിസ ക്ലിയറായി, എന്റെ എല്ലാം ക്ലിയറായി. ഈ കഷ്ടത്തിലും ഞാൻ എന്റെ അപ്പനെ പ്രസംഗിക്കുകയും അവനെ കുറിച്ച് പറയുകയും ഒരു പരിഭവം പറയാതെ അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നറിയാം, എന്റെ അപ്പൻ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയറാക്കി വെച്ചു.
അതുകൊണ്ട് എനിക്ക് ഉറപ്പായി അറിയാം, എന്റെ അപ്പന്റെ കൂടെ വാഴാൻ എനിക്ക് കഴിയും. കഷ്ടത നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നീ ഓർത്തു, നിന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തുവാൻ നിന്റെ അപ്പം നിനക്ക് ഒരുക്കുന്ന ചില പ്രയാസ വേളകളിൽ നീ ഒരിക്കലും തളർന്നു പോകരുത്. ആ കഷ്ടതയിലും നീ അവനെ സ്തുതിക്കുക. ഒരു പെന്തക്കോസ്ത് അനുഭവമുള്ളവൻ കഷ്ടത വന്നാൽ അതിന്റെ മേലെ കയറി എന്നിട്ട് പറയും, കഷ്ടതയോ നഷ്ടമോ പട്ടിണിയോ എന്ത് വന്നാലും എന്റെ വിഷയമില്ല. അല്ലേ? പെന്തക്കോസ്തുകാരൻ അങ്ങനെ പാടും. പക്ഷേ പെന്തക്കോസ്ത് അനുഭവമില്ലാത്തവൻ പെന്തക്കോസ്തിൽ വന്നാൽ അവൻ കഷ്ടത വന്നാൽ തിരിച്ചു പോകും. അല്ലേ? പിന്നെ അല്ലെങ്കിൽ അവന് പ്രാർത്ഥന മുടങ്ങി, പിന്നെ അവൻ ആരാധനയ്ക്ക് വലിയ താല്പര്യമില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല, ആരാധിക്കുമ്പോൾ പുള്ളി ഉണ്ടാകാതെ നിൽക്കും. കാരണം കഷ്ടത വന്നപ്പോൾ ഇവിടെ സ്വഭാവം മാറി. പൗലോസ് പറയുക, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചു. പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാർ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച സഭയിൽ എന്തുണ്ടാക്കി? കർഷക വരുമ്പോൾ എന്തുണ്ടാക്കി? കർഷക വരുമ്പോൾ എന്തുണ്ടാകണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവാസം പാസ്റ്റർമാരുണ്ടാക്കിയതല്ല കേട്ടോ. സഭയുടെ ആരംഭവേളയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, വിശ്വാസത്തിൽ നിലനിൽക്കണം. 1. 2, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കണം. പിന്നെ അടുത്തത് ചേർത്ത് വായിച്ചേ. അനേകം കഷ്ടങ്ങളിലൂടെ കടക്കേണ്ടതെന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. ഇവിടെ മനസ്സിനെ ഉറപ്പിച്ചു. ഇന്ന് എന്റെ മെസ്സേജും നിങ്ങൾ ഹൃദയത്തെ ഉറപ്പിക്കാനാണ്. പൗലോസിനെ പോലെ കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പൗലോസ് ഒത്തിരി കഷ്ടം, ഞാൻ പൗലോസിനെ പോലെ എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. യേശുവിനെ പോലെ കഷ്ടം അനുഭവിച്ച മനുഷ്യനാണ് പൗലോസ്. എന്നാൽ ഞാൻ ഇന്ന് പൗലോസിനെ പോലെ കഷ്ടതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടക്കേണ്ടി വന്നാലും നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കണം. കഷ്ടത നമുക്ക് വരുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. സ്നേഹിക്കുന്ന തന്റെ പുത്രന് കഷ്ടത കൊടുത്താലേ, ഞാൻ പറയട്ടെ, തന്റെ മടിയിലിരുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഇതുപോലെ ത്യാഗം സഹിക്കുവാൻ, ഇതുപോലെ കഷ്ടം സഹിക്കുവാൻ തന്റെ കരം കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ജനം തന്റെ രോമം വലിച്ചു പറിക്കുകയും തന്നെ ക്രൂരമായി അടിക്കുകയും ശിഷ്ടാവായ ദൈവം യേശുവാണ്, സകലസിദ്ധിയെ ഉണ്ടാക്കിയ യേശുവാണ്. ആ യേശുവിനെ മനുഷ്യൻ പച്ചയ്ക്ക് അവൻ ഉണ്ടാക്കിയ മക്കള് അവന്റെ മുഖം വലിച്ചു പറിക്കുകയും അവൻ ശരീരം അടിച്ച് പൊളിക്കുകയും ചെയ്തിട്ടും അവൻ മിണ്ടാതെ ഇരുന്ന കഷ്ടം സഹിച്ചു. എന്തിനാ? ഈ അടിക്കുന്നവനടക്കം എന്നെ വിശ്വസിച്ചാൽ അവന് നിത്യജീവനെ കൊടുക്കുവാൻ എന്റെ പിതാവിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ ഇത് സഹിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ യേശു മുന്നോട്ട് യാത്ര ചെയ്തു. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുക. ആ നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ പലപ്പോഴും കാറ്റും കോളും അടിച്ച് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകത്തില്ല. പക്ഷേ നമ്മുടെ തകർച്ച ദൈവം കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ആ കാറ്റും തോണി, ആ കാറ്റും കൊടുങ്കാറ്റിലൊക്കെ നീ പിടിച്ചു നിന്നിട്ട് സ്വത്രം പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ അവനെ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് കഷ്ടം വരുമ്പോൾ നീ പിന്മാറിപ്പോയാൽ കർത്താവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കർത്താവ് നിനക്ക് വെച്ചിരിക്കുക. പക്ഷെ ഇതിനെ ജയിക്കാനാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ശിഷ്യന്മാരെ ഉറപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു. കർത്താവിന്റെ കൽപ്പനയാണ് പൗലോസ് ചെയ്തത്. സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു. നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച എന്താണ് ദൈവമക്കളെ? വിശ്വാസ പോരിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളിൽ ആവശ്യപ്പെട്ട 2 കാര്യത്തെയാണ് പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. 1, ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ? ഉപവസിച്ചും പ്രാർത്ഥിച്ചും തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ പരമേൽപ്പിച്ചു. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ദൈവമക്കളെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാതെ നിനക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയത്തില്ല കേട്ടോ.
ഞാൻ രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ഒരു കാര്യം എന്റെ ഉള്ളിൽ കയറി, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ഏറ്റവും ആവശ്യമാണെന്ന്. അന്ന് മുതൽ ശുശ്രൂഷയുടെ 20 വർഷം പോലും ഞാൻ ഉപവാസ പ്രാർത്ഥന വെക്കാതെ ഒരൊറ്റ സഭയിലും കർത്തൃമേശ മുറിക്കാറില്ല. കാരണം ആ 3 ദിവസം ശക്തമായി കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന വചനം പ്രസംഗിച്ച് ആൾക്കാരെ ഉറപ്പിച്ച്, അവരുടെ മനസ്സിനെ ഉറപ്പിച്ച്, അവർ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്ന് ആ ക്ഷീണത്തേക്ക് ഒന്ന് മാറ്റി ആത്മാവിന്റെ ആരാധനയിലേക്ക് അവരെ നടത്തിയതിനു ശേഷമേ ഈ മേശ മുറിക്കാറുള്ളൂ. കാരണം ദൈവങ്ങളെ, ഇത് പാസ്റ്റർമാരെ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഞാൻ പ്രസംഗിക്കുന്നത് ഒന്നും ഒരു ഡിനോമിനേഷന്റെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. കാരണം ഇവിടെ വന്ന് നമ്മുടെ സെൻട്രൽ പാസ്റ്റർ ഇരിക്കുവാണെങ്കിലും ഞാൻ ഈ രീതിയിലേ പോകുള്ളൂ. ഈ രീതി അല്ല പിന്നെ ഡിനോമിനേഷൻ രീതി. ഇതാ ആദ്യമായി വന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കും, അതിനുശേഷം 2 പാട്ട് പാടും, ആരാധിക്കും, അതിനുശേഷം സാക്ഷ്യം പറയും, അതിനുശേഷം പിന്നെ സംഗീതം വായിക്കും. അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുക അല്ലേ? അത് പഴഞ്ചൻ ചിന്ത. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും. ഇവിടെ ഒരു ഡിനോമിനേഷന്റെയും കാര്യങ്ങളില്ല. ഇവിടെ വേണ്ടത് പരിശുദ്ധാത്മാവിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്. ആത്മാവ് എന്താണോ പറയുന്നത് അത് ചെയ്യുക. അതുകൊണ്ട് ദൈവങ്ങളെ, ബൈബിളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഈ വചനം നമ്മെ മാറ്റി, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഈ വചനത്തിൽ വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും യാചിപ്പിൻ, നിങ്ങൾക്ക് തരുമെന്ന യേശു പറഞ്ഞത് അല്ലേ? ഈ വചനത്തിന്റെ വില എന്താ ദൈവങ്ങളെ? ഈ വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ആ വചനം വെച്ച് ഉള്ളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടതെല്ലാം അവൻ തരുമെന്ന് പറഞ്ഞെങ്കിൽ ഈ വചനം അത്രയ്ക്കും ഇമ്പോർട്ടൻസും അത്രയ്ക്കും പ്രാധാന്യമേറിയതും നിന്റെ ജീവനമാണെന്ന് നീ മറന്നു പോകുന്നത്. അപ്പൊ ഈ വചനം പറയുകയാണ്, വിശ്വസിച്ച് അവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെ അവരെ പരമേൽപ്പിക്കുകയും മക്കളെ, ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിന്നെ പിശാചിനെ ചോണ്ടാൻ കഴിയത്തില്ല കേട്ടോ. നിന്റെ വിശ്വാസത്തെ ചോർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ പോരാടണമെങ്കിൽ 1 നമ്മുടെ പ്രാർത്ഥനയുടെ തലം മാറണം. 2 നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി നമ്മൾ മുന്നേറണം. ഈ 2 കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇനി 3ാമത്തെ ഒരെണ്ണമുണ്ട്. നമുക്ക് ഫിലിപ്പിയർ 3:5 ഫിലിപ്പിയർ 3:5 പെട്ടെന്ന് വായിച്ചേ. നമുക്ക് നമ്മുടെ പറഞ്ഞ നമ്മൾ വിശ്വാസത്തിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നു. എട്ടാം നാളിൽ പരിശോധന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ നാമലോ പരിശോധനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും നാമല്ലോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ അല്ലേ? അങ്ങനല്ലേ? ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് നമ്മള്. അപ്പൊ നമ്മുടെ ആരാധന കാലം എങ്ങനെയായിരിക്കണം? ചതഞ്ഞും ഞുറുങ്ങിയും ആ കൈ അടിക്കണോ വേണ്ടായോ ആ അവസ്ഥയിൽ നീ ആരാധിച്ചാൽ നിന്റെ ആരാധനയ്ക്ക് ഒരു വിധത്തിലുള്ള വിടുതലുമില്ല. ആത്മാവിൽ ആരാധിക്കുന്ന നീ സഭയിൽ വരുമ്പോൾ ബ്രഹ്മസെറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ നിന്നെ പിരികേറ്റുന്ന ആ അവസ്ഥയിലേക്കോ നീ പോകണ്ട. നീ ചോദിക്കേണ്ട, കർത്താവേ, ഞാൻ ആത്മാവിൽ ആരാധിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവ് ഇന്ന് എന്നെ ആത്മാവിൽ ആരാധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നീ വീട്ടിൽ പോലെ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. കാരണം ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ സഭയിൽ ആരാധന ഇടുമായിരുന്നു. ആരാധന ഞാൻ നടത്തുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് നിന്റെ ആത്മാവിന് ശക്തിയോടെ വന്നിട്ട് ഞാൻ ആരാധിക്കുമ്പോൾ അത് ജനത്തിന് വലിയൊരു വിടുതലായി തീരണം. ദൈവങ്ങളെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ദൈവാത്മാവിനെ തീ പോലെ ഉപയോഗിച്ചു. ആരാധന മണിക്കൂർ കണക്കിന് നൃത്തം ചെയ്ത് ആരാധിക്കുന്നവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് ആ ആരാധനയുടെ പാട്ടിൽ നിന്ന് വ്യാപരിച്ചപ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ എന്നെ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ജനമേ,
പിശാചിന് നിന്റെ ആരാധനയെ കവർ ചെയ്തോ നിന്റെ മണ്ഡലങ്ങളിലൂടെ തൊടുവാൻ കഴിയാതെ നീ ആത്മമണ്ഡലത്തിൽ ആരാധിക്കുമ്പോൾ എല്ലാ പൈശാചിക മണ്ഡലങ്ങളും വിടിഞ്ഞു വേണോ നീ ശക്തിയോടെ മുന്നേറും. കാരണം എരികോ മതിലിന്റെ ചുറ്റും നടന്ന കർത്താവായ ദൈവം പറഞ്ഞു നിങ്ങൾ 7 പ്രാവശ്യം ചുറ്റി നിങ്ങൾ സ്തുതിക്കുമ്പോൾ എരികോവിന്റെ മതി ഇടിയുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിക്കുന്ന സഹോദര സഹോദരി പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നത് നീ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ മുന്നിൽ നിൽക്കുന്ന പൈശാചിക മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്നോ എത്ര തിരിച്ചറിയുമെന്നോ തിരിച്ചറിയുന്നവർ ഇന്ന് ആത്മാവിൽ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരായി ഇരിക്കുന്ന കോഴികളെ ജയിക്കണമെങ്കിൽ ഈ ആത്മാവിൽ ഉപജീവിക്കുക. ആത്മാവിൽ ഉപജീവനങ്ങളെ തോൽപ്പിക്കുവാൻ ഒരു പിശാചിനും കഴിയുന്നില്ല. കാരണം വിശ്വാസത്താൽ ഇതിൽ ഉരുവാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ആരാധിക്കുമ്പോൾ ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ യാതൊന്നിന്റെ പ്രധാനമല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കുന്ന സഹോദര സഹോദരി നിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നീക്കാൻ പറ്റിയല്ല കേട്ടോ. എരികോവിന്റെ മതിലാകട്ടെ ശത്രുവിന്റെ കോട്ടയാകട്ടെ എന്തായാലും നീ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണോ നിന്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദിവസം ഈ 3-ാം ദിവസം ദൈവാത്മാവ് പറയുന്നു നിന്റെ പ്രാർത്ഥന ആത്മാവിലാവണം. നിന്റെ ഉപവാസം അത് നീ കർത്താവിന്റെ മുമ്പിൽ ശക്തിയോടെ ഉപവസിക്കണം. 3 നിന്റെ ആത്മാവിന്റെ ആരാധനയുടെ ഫലം മാറണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ പൗലോസ് പറയുകയാണ് നാമല്ലോ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ആരാധിക്കുന്നത്. ഞാനല്ല ആരാധിക്കുന്നത് എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ആരാധിക്കുന്ന ആരാധന യഥാർത്ഥമായ ആരാധന. പരിശുദ്ധാത്മാവിൽ ആരാധന ദൈവശക്തി ആരാധന നിന്നെ മുമ്പിൽ നിൽക്കുന്ന ആസകളെ ഇടിക്കുക ആരാധന മണ്ഡലത്തിൽ ആക്രമിക്കുക അതിനെ ഇടിച്ച് മാറ്റുവാൻ പരിശുദ്ധാത്മാവിൽ മുൻപ് പറയുക. ആരാധന നമ്മളല്ല ചെയ്യുന്നത്. ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ആരാധനയുടെ ഫലം ശരിയമല്ല പിന്നെ എങ്ങനെയാ ആത്മമണ്ഡലത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആരാധിച്ചാൽ പോകുക അല്ലേ അവരൊന്നും അറിയുന്നില്ല. എവിടെ അറിയിക്കുന്നതിന് പോലും അവർ അറിയുന്നില്ല. ചിലരിങ്ങനെ ആരാധിക്കുന്നത് ഓട്ടോ ഈ കണ്ണോട് നോക്കുക. ഈ ആരാധന ഓടുക കാരണവശാലും ആത്മാവിന്റെ ആരാധനയല്ല. നീ മറ്റുള്ളവരെ നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആരാധന എഴുതുമോ? നിന്റെ ആരാധന എഴുതുമോ? ഞാൻ രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ആത്മാവിനെ പ്രാവശ്യ കാലം തൊട്ട് എന്റെ ആരാധന കണ്ണടച്ചാൽ പിന്നെ ഞാൻ ആരാധന ഒന്നും കാണുന്നില്ല. പിന്നെ പാസ്റ്ററാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരാധിക്കുന്നതോട് പോകും. ഉത്തരവാദിത്തമാണ്. പക്ഷെ ആരാധനയിൽ ദൈവങ്ങളെ മറ്റൊരുത്തരെ നോക്കൊണ്ട് ആരാധിക്കുന്ന നിന്റെ ആരാധന ജടികമാണ്. ആത്മാവുള്ളവരൊന്നും അറിയുന്നില്ല. അവന്റെ കണ്ണുകൾ അടച്ചു, അവന്റെ ഭാഗ്യമായ കണ്ണടച്ചു, അവന്റെ ആത്മ കണ്ണ് തുറന്നു. അവൻ പിന്നെ കാണുന്നത് ആത്മാവിന്റെ ശക്തിയുടെ ആരാധന. അവൻ അറിയാതെ അവൻ ആരാധിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അപ്പുറം ഇപ്പുറം നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ആരാധന ജടികമാണ്. ആ ആരാധന കൊണ്ട് നിനക്ക് ഒന്നും സാധ്യമല്ല. പൗലോസ് പറയുക നാമല്ലോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. അപ്പം നമ്മളല്ല, നമ്മുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ കോട്ട ഇടിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജടികമായ ആരാധനയിൽ നിന്ന് മാറട്ടെ. വിശ്വാസത്തിൽ പോരാടണമെങ്കിൽ ഇതിന്റെ ആരാധനയുടെ തലം മാറണം, പ്രാർത്ഥന തലം മാറണം, പിന്നെ ഉപവാസ തലം മാറണം. അല്ലേ? മാറാതെ നിനക്ക് ഈ വിശ്വാസത്തിൽ ഉറച്ചിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. എന്നാൽ ഇത് ഉറച്ചിരിക്കാൻ നിന്നെങ്കിൽ നിന്നെ തൊടാൻ ഒരു കുറ്റശക്തിക്കും കഴിയത്തില്ല. ദൈവം നിന്നെ കഷ്ടത്തിൽ ഏൽപ്പിച്ചു കൊടുത്താലും അവൻ നിന്നെ അല്പനേരത്തേക്ക് അവന്റെ മുഖത്തിൽ നിന്ന് മറച്ചാലും നിത്യമായ സ്നേഹത്താൽ അവൻ നിന്നെ വീണ്ടും ചേർത്തുകൊള്ളുമെന്ന് യശയ്യാപ്രവചനം പറയുന്നത് പോലെ അല്പസമയത്തേക്ക് നമ്മള് കഷ്ടതയ്ക്ക് കൊടുത്താലും അവൻ നിത്യമായി നമ്മെ ചേർപ്പാൻ നമ്മുടെ മുമ്പിൽ വരും.
അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. എന്റെ ആരാധന, എന്റെ പ്രാർത്ഥന, എന്റെ ഉപവാസം അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ ചെയ്യാൻ തയ്യാറാകും. എത്ര പേർക്ക് പറയാൻ പറ്റും? കർത്താവിന്റെ ഹിതപ്രകാരം ഞാൻ അത് ചെയ്യും, ഞാൻ അതിലേക്ക് വരും. ആത്മാവിന്റെ ആരാധന ഇല്ലാത്ത സഹോദരന്മാരെയാണ് നമ്മുടെ ഭാഗത്ത്. അവരെ കൈയടിക്കാൻ പോലും അവർക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആകെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആത്മാവിനെ ആരാധിക്കുന്നതാണ് ആരെന്നറിയാം. നമ്മുടെ എങ്ങാന സഹോദരൻ പുള്ളിക്കാരനെ പിശാചി 3 ദിവസം ഈ പാവപ്പെടാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ലഭിച്ചതാണ് തോന്നി. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മജീവിതം ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിശാചി തോന്നും. നമ്മളത് നിന്ന് കൊടുത്ത് കോരിയെ പോലെ പിടിച്ചു അല്ലേ? നമ്മൾ ലോകത്തെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കർത്താവിന്റെ ആ കൃപയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിയുമ്പോൾ നമ്മളന്ന് പിടിക്കാൻ കൊടുക്കും. പിശാചി പിടിച്ച് നമ്മളെ വേറെ ആർക്കും കൊടുക്കും. അതുപോലെ നമുക്ക് ലഭിക്കുന്നതെല്ലാം പോയി. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ 3 ദിവസം വരുന്ന പ്രാപിച്ചതൊന്നും പുറത്തു കൊണ്ട് കളയരുത് കേട്ടോ. വീട്ടിൽ ചെന്നാലും അതിനുവേണ്ടി പോരാടണം, ശക്തമായി പ്രാർത്ഥിക്കണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ പോരാടണം. ആത്മാവിൽ നിനക്ക് ഉപവസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉച്ചവരെയെങ്കിലും ഉച്ചവരെയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തിലുള്ള പ്രതികൂലങ്ങളെ മാറ്റാൻ ദൈവം നിന്നോട് ആഹ്വാനം ചെയ്യുക. അല്ലാതെ പ്രതികൂലങ്ങൾക്ക് അനുസരിച്ച് ഓടി കുഞ്ഞുങ്ങൾ നടന്നു പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കാൻ അറിയുന്നില്ല വിളിച്ചത്. നിന്നെ വിളിച്ചത് തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ്. തലമുറയ്ക്ക് വേണ്ടി ഒരു അപ്പനോ ഒരമ്മയോ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്നുള്ള 100% ഉറപ്പാണ്. തലമുറയ്ക്ക് വേണ്ടി നീ വെറും പ്രാർത്ഥന പ്രാർത്ഥനയുമായി പോയാൽ തലമുറ കിളിക്കാൻ കുത്തും. കാരണം പണ്ട് തലമുറ അല്ല ഇപ്പൊ തലമുറ മുഴുവൻ നാശത്തിലേക്ക് പോകുന്ന തലമുറയാണ്. ഒരു ഭയമില്ലാത്ത പിള്ളേര്. കാരണം നിങ്ങൾ നോക്കി, ഒരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് അയാൾ പൈസ ചോദിച്ചത് ഇച്ചിരി സ്ട്രോങ്ങായിട്ട് ചോദിച്ചപ്പോഴത്തേന് അയാളെ ഇവന്മാർ അടിച്ചിട്ട് അവന്മാർ നേരെ പോയി കത്തി കൊണ്ടത് അവനെ കുത്തി. ചെറിയ പിള്ളേരാ. അത്രയ്ക്കും തലമുറ ദോഷത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഞാനിവിടെ പറയാറുണ്ട്, മോനെ ആരെങ്കിലും വണ്ടി ഇടിച്ചിട്ട് പൊക്കോട്ടെ, നമുക്ക് നന്നാക്കാം, ഒന്നും തിരിച്ചു പറയാൻ നിൽക്കണ്ട, വളരെ ചിലപ്പോൾ കത്തിയെടുത്ത് വെട്ടിക്കളി അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു തലമുറയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തലമുറ നമ്മൾ ഇനിയും പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇവന്മാരെ പിശാച് കണ്ണീരിന്റെ താഴ്വരയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന രീതിയിൽ അവന്മാരെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് പറയുക, ഈ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടുവാൻ തയ്യാറാകണം. ഈ വിശ്വാസ പോരിൽ നിൽക്കുമ്പോൾ നിനക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. കാരണം 1 ദിവസം 2-ാം അധ്യായം 1-ാം വാക്യമാണ് പക്ഷേ ആ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ആ തലങ്ങളിലേക്ക് നമ്മൾ കയറും. വിശ്വാസത്തിന്റെ പോരിൽ തന്നെ നമ്മൾ നിൽക്കും. വായിച്ചേ 1 ദിവസം 2-ന്റെ 1 കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത് 2-ാം വായിക്കുന്നു. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടണം അല്ലേ. നമ്മൾ ശക്തിപ്പെടാതെ ദൈവങ്ങളെ നമുക്ക് നിൽക്കാൻ പറ്റിയല്ല കേട്ടോ. വിശ്വാസത്തിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശക്തി ദിവസം തോറും പുതുക്കണം. ശക്തി പുതുക്കാതെ അത് പ്രാർത്ഥനാ മുറിയിൽ പുതുക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ നീ പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് ആരാധിക്കണം ദൈവത്തെ. ആത്മാവിനും കൂടെ ആരാധിക്കണം. അതിൽ ജടികമായ ആരാധനയെ കൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റിയല്ല. നിന്റെ പ്രാർത്ഥനയുടെ തലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നീ പ്രാർത്ഥിക്കണം അല്ലേ. പറഞ്ഞ എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടണം. അത് നമ്മൾ തരുന്ന ആഹ്വാനമാണ്. നിയമങ്ങളെ അത് കർത്താവ് തരുന്നതല്ല, നമ്മൾ അത് പ്രാപിച്ചെടുക്കണം അല്ലേ. ചുമ്മാ കിട്ടത്തില്ല. പൗലോസ് പറയാ, എന്റെ മോനെ നീ ക്രിസ്തുയേശുവിന്റെ കൃപയാലുള്ള ശക്തിപ്പെടുക. നമ്മൾ ഭടന്മാരാണ്. അതായത് നമുക്കിവിടെ കാക്കിയും കട്ടയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്തരത്തിൽ ഒരു പഠന വേഷം നമുക്ക് അല്ലേ. ഏത് പഠനം? സ്വർഗീയ പഠനം. നമ്മൾ സ്വർഗീയ പഠനമാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്തേ പറ്റും.
കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും പ്രായം കൂടിയവനായാലും അവനെ ദൈവം കാണുന്നത് സ്വർഗീയ സേനയായിട്ടാണ്. കർത്താവ് നിന്നെ പഠനാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള സകല സർവായുധ വർഗങ്ങളും നിന്റെ കൈ തന്നിട്ട് നിന്നോട് പറയുക, യുദ്ധം ചെയ്യുക. എന്നിട്ട് പറയാ 4 ശക്തികൾ നിനക്കെതിരായി നിൽക്കൊണ്ട്. ഒന്ന് ആരാ നമുക്ക് പോരാട്ടമുള്ളത്? ജനത്തോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ശക്തികൾ, സ്വർഗ്ഗത്തിലെ ദുഷ്ടാത്മ സേന. ഈ 4 ശക്തിയോട് പോരാടണമെങ്കിൽ നീ എന്തുണ്ടാകണം? നീ ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കണം. എടുത്തിട്ട് നീ പോരാടണം. അപ്പൊ ദൈവത്തിന്റെ ആഹ്വാനം എന്നാ? നമ്മൾ പോരാടാനും. അല്ലാതെ പിശാച് വരുമ്പോൾ അയ്യോ പിശാച് എന്നെ പിടിച്ചു, മാസ്റ്ററെ എന്റെ കൊച്ചിനെ പിടിച്ചു, എന്റെ കൊച്ചിന് ഒരു നന്മ കിട്ടുന്നില്ല, എന്റെ കൊച്ചിന് അങ്ങനെയാണ്, അവൻ പഠിച്ചിട്ട് ഒരു മിടുക്കനില്ല, അവൻ വീട്ടിൽ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനല്ല. നീ പോരാടാൻ ദൈവം നിന്നെ നിർത്തിയിരിക്കുക. നിന്റെ കുടുംബത്തിലും പുറത്തും അകത്തുമൊക്കെ പരിശുദ്ധാത്മാവിൽ നീ പോരാടുവാൻ ദൈവം നിന്നെ പാടാക്കി നിർത്തിയിരിക്കുക. അവിടെ പാസ്റ്റർ വന്നില്ലെങ്കിലും നിനക്ക് പോരാടാനുള്ള കൃപ നീ ഒരു പഠനമാണെന്ന് മറന്നു പോകരുത്. അങ്ങനെ പോരാടുമ്പോഴോ ദൈവം നിന്നെ ശക്തനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നീ ഒരു പഠനമാണ്, അത് മറന്നു പോകരുത്. അത് വായിച്ചു പഠനം കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും. അപ്പൊ ദൈവങ്ങളെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ വിചാരം, ദൈവമേ 3 ദിവസം പണിയെടുത്തില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അല്ലേ? നമ്മുടെ ജീവന കാര്യമോ? നമുക്ക് പണ ചേർക്കാനല്ല ഇഷ്ടം, പണ വെറുതാനല്ല ഇഷ്ടം. വീട്ടിൽ നീ കൊണ്ടുവരും, അത് വിശാല ഊതിയൊക്കെ കളയും, പിന്നെ ഒന്നുമില്ല. പക്ഷെ നീ ഈ 3 ദിവസം ഇരിക്കും, ഇവിടെ നീ പുറത്തു പോയി നോക്കി, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അങ്ങനെ സൗകര്യമായ നിങ്ങളൊക്കെ ആദ്യം ചെയ്തത് അല്ലേ? ഇവിടെ സൗകര്യമാരൊക്കെ ആദ്യം എന്തായിരുന്നു? ഉപവാസത്തിന്റെ പ്രാർത്ഥന ദിവസം ഒറ്റ ഉറവില്ലാതെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം മതി പൈസ നമ്മക്കൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഇന്ന് പലർക്കും അതിന് ഇഷ്ടമല്ല, ഉപവാസ പ്രാർത്ഥന വേണം. ദൈവങ്ങളെ നീ ദൈവം മുമ്പാകെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് നന്മ ദൈവം നീ ഉപവസിച്ച് ആ സമയങ്ങളും ദൈവം നിനക്ക് കവർ ചെയ്ത് തരുവാൻ അവൻ ശക്തനാണ്. പക്ഷെ നീ പേടിച്ചിട്ട് നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ നീ നിനക്ക് പല കിട്ടണമെന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ജീവനകാര്യം നടക്കും, നാളെ ഞാൻ പോയില്ലെങ്കിൽ എന്താകും, ഇത് നിന്റെ ചിന്തയാണ്. അതാ യേശു പറഞ്ഞത്, മനുഷ്യൻ എങ്ങനെയൊക്കെയാ നശിക്കാൻ പോകുന്നത്? എങ്ങനെയൊക്കെയാ? ഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും കുഴഞ്ഞിട്ട് ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിനക്ക് കണി പോലെ വരും. കാരണം ഈ ഉപജീവന ചിന്തയാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ നിനക്ക് വിശ്വാസത്തിന്റെ പോലെ നിൽക്കാൻ പറ്റില്ല. ഉപജീവനമല്ല, എനിക്ക് യേശുവാണ് വലുതെന്ന് പറഞ്ഞാൽ നിന്നെ നിർത്തുവാൻ ദൈവശക്തനാണ്. 2 കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയെ കൊണ്ട് ഇറങ്ങുമ്പോൾ പെന്തക്കോസ്തുകാരിയായ എന്റെ തായ്മ പറഞ്ഞു, ഇവന് വേറെ ഒരു പണിയുമില്ല, ഇവൻ അവിടെ ആ സ്ഥലവും ആ ഇതൊക്കെ വിട്ടിട്ട് ഇവൻ എങ്ങോട്ടായി പോകുന്ന പിള്ളേരെ കൊണ്ട് ഇവൻ എങ്ങനെ ജീവിക്കും? എന്റെ ചേട്ടൻ പറഞ്ഞാ, നിന്റെ മക്കൾ നീ എങ്ങനെ പഠിപ്പിക്കും? നിന്റെ മക്കൾ എങ്ങനെ പഠിക്കും? ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്റെ മക്കളെ ഞാൻ നേഴ്സിംഗ് പഠിപ്പിക്കും, പക്ഷേ നിനക്ക് പഠിക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടൻ ചോദിച്ചെടുത്തോ, ഇന്ന് 2 മക്കൾ നേഴ്സുമാരാണ് പഠിക്കുക. നേഴ്സിംഗ് പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ചോദിച്ചവന്റെ മുമ്പിൽ നിന്നോട് ചോദിച്ചവന്റെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ ഉയർത്തുന്നവനാണെന്നോ എത്ര പേർ തിരിച്ചറിയുന്നുണ്ടോ? ഇത് സമ്പത്ത് കൊണ്ടോ, ഇത് ധനം കൊണ്ടോ, ഇത് കഴിവുകൊണ്ടോ അല്ല, എന്റെ ആത്മന്റെ കൃപ കൊണ്ടോ ചോദിച്ചവന്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്റെ കൂത്തുകാഴ്ചയാകുന്ന വാക്കുകൾ കേട്ട് ഭയപ്പെട്ടു പോകരുതോ. നീ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ നിന്റെ ഉപനിധിയാണ്. അവൻ നിനക്ക് വേണ്ടി കരുതാതിരിക്കുമോ? അവൻ നിന്നെ നടത്താതിരിക്കുമോ? അവൻ നിന്റെ മക്കളെ പണിയാതിരിക്കുമോ? അവർക്ക് നന്മ കൊടുക്കാതിരിക്കുമോ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവിശ്വാസത്തിന്റെ വാക്കുകളും സംസാരവും വിടുക. വിശ്വാസത്തിന് വേണ്ടി 2025 രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വാസത്തിന് വേണ്ടി പോരാട്. നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.